ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, ദിവ്യസ്നേഹത്തിൻ്റെ തണലിൽ ഞങ്ങളെ പൊതിയുന്ന തമ്പുരാനെ, അവിടുത്തെ കൃപ ഞങ്ങളെ നിറയ്ക്കുന്നതോർത്ത് സ്തോത്രം. പ്രതിസന്ധികളുടെയും പരിമിതികളുടെയും മധ്യേ പരിധികളില്ലാത്ത സ്നേഹം ഞങ്ങൾക്ക് തരുന്നല്ലോ ദൈവമേ. അവിടുന്ന് അപ്പനാണെന്നുള്ള വെളിച്ചത്തിൽ ഓരോ പ്രഭാതവും പ്രദോഷവും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ദൈവം സഹായിക്കണമേ. ഈ നിമിഷങ്ങളിൽ അനുഗ്രഹീതമായ മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷനെ ഓർത്ത് അങ്ങേക്ക് സ്തോത്രം. ഈ വർഷത്തെ കൺവെൻഷൻ ശുശ്രൂഷകളും അനുഗ്രഹകരമായിരിക്കാൻ ഇടയാകണമേ. ശ്രേഷ്ഠരായ പട്ടക്കാരെ ഓർത്ത് നന്ദി പറയുന്നു. വൈദിക സമൂഹത്തിനു വേണ്ടി, അനുഗ്രഹീത ദൈവജനത്തിനു വേണ്ടി, ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലും ഓൺലൈൻ സാധ്യതകളുടെ മുൻപിലുമായി ശ്രവിക്കുന്ന എല്ലാവരെയും സർവശക്തൻ്റെ കരം തൊടണമേ. ദൈവമേ, ബലഹീനതയുള്ള അടിയൻ്റെ മാനുഷിക സ്വഭാവത്തോട് കരുണ തോന്നിയിട്ട് അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ദൈവകൃപയല്ലാതെ ഒന്നും ഉണ്ടാകരുതേ. ഞങ്ങളുടെ വാക്കുകൾക്കപ്പുറം ദൈവസാന്നിധ്യം രുചിച്ചറിയുന്ന ചിന്തകളെ തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധ റൂഹായുടെയും കൃപയാൽ തന്നെ ആമീൻ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ കരുതിയതാൽ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ കരുതിയതാൽ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം. പ്രൗഢമായ ഈ കൺവെൻഷൻ്റെ ഈ പകൽ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറെ ശ്രേഷ്ഠനായി ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ചാരുതയേറിയ ഒരു ഹ്രസ്വ സന്ദേശം നമ്മുടെ ഹൃദയത്തിൻ്റെ ജനാലകളിലേക്ക് ഒരു ചെറിയ കാറ്റുപോലെ പകർന്നു തന്ന വന്ദനായ ജോർജ് വർഗീസ് അച്ഛൻ, എന്നെ സ്വാഗതം ചെയ്ത ഈ യോഗത്തിന് സ്വാഗതം അരുളിയ ഈ അനുഗ്രഹീത ഇടവകയുടെ വികാരിയും ഈ കൺവെൻഷൻ്റെ ചുമതലകളിൽ നേതൃത്വം വഹിക്കുന്നതുമായ വന്ദനായ ഗബ്രിയേൽ ജോസഫ് അച്ഛൻ, അതുപോലെ ഏറെ ശ്രേഷ്ഠരായ വൈദികരെ, പ്രിയ ശമ്മാശൻ, മറ്റ് സ്നേഹമുള്ളവരെ, നല്ല പാട്ടുകൾ കൊണ്ട് ഈ പകലിന് ആത്മീകമായൊരു തണുപ്പൊരുക്കിയ പ്രിയമുള്ള ജിത്തു അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം, എല്ലാവർക്കും സ്നേഹവന്ദനം. പരിമിതികളും പ്രതിസന്ധികളുമെന്ന് എപ്പോഴും നാം പറയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പകലിലാണല്ലോ ഇതും ഒരു ദൈവനിശ്ചയമെന്ന് എണ്ണാൻ നമുക്കിടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം അല്പനേരം തിരുവചനത്തെ ശ്രദ്ധിക്കാൻ എൻ്റെ പ്രിയ ശ്രോതാക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറെ നല്ല ചിന്തകൾ കൊണ്ട് നമ്മെ പ്രിയപ്പെട്ട കോർപ്പിസ്കോപ്പ അച്ഛൻ ഒരു നല്ല ഒരുക്കം നൽകുകയുണ്ടായി. ക്രിസ്തു അടിസ്ഥാനം, ആ ഒരു ചിന്ത രൂപപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇനിയുള്ള ദിനരാത്രങ്ങളിലെ വിവിധ വിചാരധാരകൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യ യോഗമാണിത്. പ്രിയപ്പെട്ട ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കാൻ അദ്ദേഹം ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയുണ്ടായി. പ്രിയപ്പെട്ട ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയമായി ക്രിസ്തു എന്ന അടിസ്ഥാനവുമുണ്ട്. അപ്പോൾ ഇന്ന് പകൽ
ഞാൻ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തെ തന്നെയാണ് കൂട്ടുപിടിക്കുന്നത് ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ. ക്രിസ്തു എന്ന ഭാവത്തിലേക്ക്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലേക്ക് നമ്മുടെ കണ്ണ് കൊണ്ടുപോകാൻ, നമ്മുടെ മനസ്സ് കൊണ്ടുപോകാൻ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആദ്യത്തെ സുവിശേഷമാണ്, നമുക്കറിയാം. യേശുക്രിസ്തുവിൻ്റെതായി 4 പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 ഉള്ളൂ. യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന 4 സ്ഥലങ്ങൾ വിശുദ്ധ മർക്കോസിലുണ്ട്. ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്തകൾ ആ ഒരു വിഷയത്തെ രൂപപ്പെടുത്തിക്കൊണ്ട്, ആസ്പദമാക്കിക്കൊണ്ട് വർത്തമാനകാല ജീവിതത്തിൽ ഒരു ഭക്തൻ്റെ ആത്മീക ജീവിതത്തിന് ഈ 4 പ്രാർത്ഥനകൾ തരുന്ന 4 പടികൾ, 4 തലങ്ങൾ, എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ശ്രദ്ധിക്കൂ. ക്രിസ്തുയേശുവിൻ്റെതായി വിശുദ്ധ മർക്കോസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 4 പ്രാർത്ഥനകളുണ്ട്. ഈ 4 പ്രാർത്ഥനകൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് 4 പടികളാണ്. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വലിയ കാര്യമൊന്നും തോന്നാറില്ല. ഈ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ ചില വാക്കുകൾക്ക് അർത്ഥം, അതിൻ്റെ ചലനം കുറയും. കൊഴുപ്പ് കൂടുന്തോറും ചലനം കുറയുന്നൊരു പ്രതിഭാസം അത് ചില പദങ്ങളിൽ പോലുമുണ്ട്. ഒത്തിരി ആവർത്തിക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. സച്ചിദാനന്ദൻ എന്നൊരു കവി, മലയാളത്തിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടുന്നൊരു കവിയാണ്, ഒരു ചെറിയ കവിത എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥന എന്നാണ് കവിതയുടെ പേര്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ജീവിതത്തെ ഇത്തിരി ആക്ഷേപിക്കുന്ന ഒരു ഹാസ്യമുണ്ട് അതിനകത്ത്. സച്ചിദാനന്ദൻ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥന എന്നൊരു കവിതയാണ്, കൊച്ചു കവിത, ഗദ്യമാണ്. ഒരച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണമാണ്. അച്ഛൻ മകനോട് ചോദിക്കുന്നു, എന്താണ് പ്രാർത്ഥന? ഇപ്പൊ കുട്ടി പറയുന്നു, അമ്മയെ രക്ഷിക്കാം. കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ആദ്യം പ്രാർത്ഥിക്കുന്നത് അവൻ്റെ മമ്മിക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ഈ ചെറിയ കവിത. എന്താണ് പ്രാർത്ഥന? കുട്ടി പറയുന്നു, അമ്മയെ രക്ഷിക്കുക. ഒന്നുകൂടെ, അമ്മയെ രക്ഷിക്കുക. അപ്പനെ അമ്മയെ കാത്തോണ്ടെന്ന് പറയില്ലേ, അമ്മയെ രക്ഷിക്കുക. അച്ഛൻ പറയുന്നു, അക്ഷരത്തെറ്റ്, അനാവശ്യമായ ഇച്ഛ കളഞ്ഞേക്കുക. അമേരിക്ക, അമേരിക്ക. കവിത ഇത്രയേ ഉള്ളൂ. ആക്ഷേപഹാസ്യത്തിൻ്റെ ചെറിയ സൂചിമുനകൾ ഈ ചെറുഗദ്യ കവിതയുടെ വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ് പ്രാർത്ഥന? അമ്മയെ രക്ഷിക്കുക. ജീവിതത്തിൽ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയങ്ങൾക്ക് വേണ്ടിയും നിർദോഷമായ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. എന്താണ് പ്രാർത്ഥന? അമ്മയെ രക്ഷിക്കുക. ഒന്നുകൂടെ, അമ്മയെ രക്ഷിക്കുക. അക്ഷരത്തെറ്റ്, അനാവശ്യമായ ഇച്ഛ കളഞ്ഞേക്കുക. അതിനകത്ത് ഇച്ഛ കളഞ്ഞു, അമ്മയെ രക്ഷിക്കുക എന്നുള്ളതിൻ്റെ അമേരിക്ക. നിന്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ, നിന്റെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ സ്വാർത്ഥതയുടെ കൂടാരമാകാൻ നീ പ്രാർത്ഥിക്കണം. നീ നിന്റെ ജീവിതം മാത്രം നോക്കിയാൽ മതി, നിന്റെ വിഷയം മാത്രം വെച്ചാൽ മതി, നിന്റെ സ്വപ്നങ്ങൾ മാത്രം മുകളിലേക്ക് ഉയർത്തിയാൽ മതി. സച്ചിദാനന്ദൻ എന്ന കവിയുടെ ഈ ചെറു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെയും ഇത്തിരി കളിയാക്കുന്നില്ലേ, ഇത്തിരി പരിഹസിക്കുന്നില്ലേ? പിന്നെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെയാണ്. എന്നാൽ ശരിക്കും ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് 4 തലങ്ങളുണ്ടാകണം, 4 അവരോഹണ ക്രമങ്ങളുണ്ടാകണമെന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നു മർക്കോസിൽ കൂടെ. ഈ 4 പ്രാർത്ഥനകളെ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് എടുത്ത് കാണിച്ച് അതിനകത്തുനിന്ന് ചില വെട്ടം കിട്ടുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ്. ഒന്നാമത്തേത്, യേശു തമ്പുരാൻ്റെതായി ഒന്നാമത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥന 1-ാം അധ്യായം 35 വാക്യമാണ്. 1-ാം അധ്യായം 35 ഇങ്ങനെയാണ്: അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു.
കേൾക്കൂ. അതികാലത്ത് അവൻ എഴുന്നേറ്റ് ഇരുട്ടോടെ ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. കുറച്ചു പേർ മാത്രമാണ് ഈ ദേവാലയത്തിനുള്ളിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ ഒരു നല്ല ശ്രദ്ധ, മാസ്ക് നാം വയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ആശയവിനിമയത്തിൻ്റെ മുഖഭാവത്തിന് ഒക്കെ ഒത്തിരി പരിമിതികളുണ്ട്. അപ്പോൾ തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് ആശയവിനിമയം ചെയ്യേണ്ട വേദികളാണ് ഇങ്ങനെയുള്ളതൊക്കെ. ശ്രദ്ധയുണ്ടാകണം. അതികാലത്ത് അവൻ ഇരുട്ടോടെ എഴുന്നേറ്റ് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. യേശു തമ്പുരാന്റെ ആദ്യത്തെ പ്രാർത്ഥന നിർജ്ജന സ്ഥലത്തെ പ്രാർത്ഥന അഥവാ മരുഭൂമിയിലെ പ്രാർത്ഥനയാണ്. ഞാനിതിനെ ഒരു പേര് ഈ ധ്യാന ചിന്തയിൽ വിളിക്കുകയാണ്, പ്രെയർ ഓഫ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ. അതികാലത്ത്, ഇൻ ദ ഏർലി മോർണിംഗ്, അതികാലത്ത് അവൻ ഇരുട്ടോടെ എഴുന്നേറ്റു. തലേ രാത്രി കർത്താവിന് നല്ല തിരക്കായിരുന്നു. തലേ ദിവസം കുറേയേറെ അത്ഭുത കാര്യങ്ങളുടെ നെറുകയിൽ നിന്നിരുന്ന ഒരാളാണ്. എന്നിട്ടും പുലരിയിൽ ഒരു നിർജ്ജന സ്ഥലം. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു വാക്കിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹി വെന്റ് ഔട്ട് ടു എ ഡെസർട്ടഡ് പ്ലേസ് എന്നാണ്. ഡെസർട്ടഡ് പ്ലേസ്. നാം പരിചയപ്പെടേണ്ട രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് ഡിസ്റ്റന്റ് പ്ലേസ്, അതും സുവിശേഷത്തിലെ പദമാണ്. ധൂർത്തപുത്രൻ അപ്പനെ കളഞ്ഞ്, വീട് കളഞ്ഞ്, ദൈവഭവനം, അപ്പൻ്റെ ഭവനം ഉപേക്ഷിച്ച് പാപത്തിൻ്റെ പടിയിറക്കം നടത്തി പന്നിക്കൂട്ടത്തിലേക്ക് പോയ ദൂരത്തെ സൂചിപ്പിക്കാൻ സുവിശേഷം ഉപയോഗിക്കുന്ന വാക്ക് അവൻ ദൂരദേശത്ത് പോയി എന്നാണ്. ഡിസ്റ്റന്റ് പ്ലേസ്. ശരിക്കും ധ്യാനമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഡിസ്റ്റന്റ് പ്ലേസ് ഉണ്ട്. പാപത്തിൻ്റെ ഡിസ്റ്റന്റ് പ്ലേസ്, പലതും മറന്നുപോയ, പല ഇന്നലകളെയും മറന്നുപോയ, ജീവിതത്തിൻ്റെ സുഹൃതങ്ങളെയും സുഗന്ധങ്ങളെയും മറന്നുപോയ, ജീവിതത്തിൻ്റെ ബന്ധങ്ങളെ മറന്നുപോയ, കടപ്പാടുകളെ മറന്നുപോയ, ആധ്യാത്മികതയുടെ ആദ്യ പ്രേമത്തെ മറന്നുപോയ ഇന്നലകൾ. എന്നിട്ടോ നാമും ഇന്നൊരു ഡിസ്റ്റന്റ് പ്ലേസിലാണ്. ധ്യാനം എന്നത് ഈ ഡിസ്റ്റന്റ് പ്ലേസിൽ നിന്നും ഡെസർട്ടഡ് പ്ലേസിലേക്കുള്ളൊരു യാത്രയാണ്. രണ്ട് പദങ്ങൾ മാത്രം എൻ്റെ പ്രിയപ്പെട്ടവർ ചങ്കിലൊന്ന് വെച്ചേക്കണം. നാം ഒക്കെ ദൂരദേശത്താണെങ്കിൽ, ഡിസ്റ്റന്റ് പ്ലേസിലാണെങ്കിൽ, ഡെസർട്ടഡ് പ്ലേസിലേക്ക് പോകുമോ? ഇറ്റ്സ് ചലഞ്ച്. ഈ കൺവെൻഷൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത് അതാണ്. ഈ ധ്യാനത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് അതാണ്. ദൈവമേ, എൻ്റെ പാപത്തിൻ്റെ പഴകിയ ദൂരദേശത്ത് നിന്ന് എൻ്റെ നിർജ്ജന സ്ഥലം ഞാൻ കണ്ടെത്തുമോ? എൻ്റെ മരുപ്രദേശം കണ്ടെത്തുമോ? എന്താണ് ഈ നിർജ്ജന സ്ഥലം? 3 ഇംഗ്ലീഷിൽ എസ് എന്ന ആൽഫബറ്റിൽ ആരംഭിക്കുന്ന 3 വാക്കുകൾ സമ്മേളിക്കുമ്പോൾ അവിടെ ഒരു നിർജ്ജന സ്ഥലം ഉണ്ടാവും. ഒന്നാമത്തേത് സൈലൻസ് ആണ്, നിശബ്ദത. ഈ പള്ളിക്കുള്ളിൽ അതുണ്ടല്ലോ, നമ്മുടെ ധ്യാനവേദികളിൽ അതുണ്ടല്ലോ. രണ്ടാമത്തേത് സോളിറ്റ്യൂഡാണ്, ഏകാന്തത. നിശബ്ദതയല്ല, ഏകാന്തത. മൂന്നാമത്തേത് സ്റ്റിൽനെസ് എന്ന് പറയും, ഏകാഗ്രത. നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക എന്നുള്ളതിന് ഇംഗ്ലീഷ് പരിഭാഷ ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ് എന്നാണ്. നിശബ്ദതയല്ല, ഏകാഗ്രത. യെസ്, സ്റ്റിൽനെസ്, സോളിറ്റ്യൂഡ് ആൻഡ് സൈലൻസ്. ഇവിടെയാണ് നിർജ്ജന സ്ഥലം ഉണ്ടാകുന്നത്. നമ്മെ തന്നെ കണ്ടെത്തുന്ന തിരിച്ചറിയലിൻ്റെ അനുഭവം. സഹോദരങ്ങളെ, യേശു അതികാലത്ത് എഴുന്നേറ്റ് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. ഹി വെന്റ് ഔട്ട് ടു എ ഡെസർട്ടഡ് പ്ലേസ്. ഒരാളുടെ പ്രാർത്ഥനയുടെ ആദ്യ തലം അയാളുടെ മരുഭൂമി കണ്ടെത്തുക എന്നുള്ളതല്ലേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നിർജ്ജന സ്ഥലമില്ല. ഇപ്പം ഇരിക്കുമ്പോൾ പോലും പല ചിന്തകൾ, ഒരുപാട് ആൾക്കൂട്ടം നമ്മുടെ ചങ്കനകത്തുണ്ട്. കാമനകളുടെ ആൾക്കൂട്ടമാകാം, മോഹങ്ങളുടെ ആൾക്കൂട്ടമാകാം, ആസക്തികളുടെ ആൾക്കൂട്ടമാകാം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലാണ്. പക്ഷെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈ നിർജ്ജന സ്ഥലത്തേക്ക് പോകുമോ? ഉത്തമഗീതം 8:5, 7, 12 മണവാട്ടി മണവാളനെ വിളിക്കുന്നുണ്ട്, പ്രിയ വരിക, നാം വെളിമ്പ്രദേശത്തേക്ക് പോകാം. അവിടെയും ഉപയോഗിക്കുന്ന പദം ഡെസർട്ടഡ് പ്ലേസ് എന്നാണ്. വരിക, നാം വെളിമ്പ്രദേശത്തേക്ക് പോകാം.
ഒരു മണവാട്ടിയും മണവാളനെ, ഒരു കാമുകയും കാമുകനെ വിളിക്കില്ല. വല്ല മൂന്നാറിലോ വണ്ടർലായിലോ പോകുന്നേ പറയുള്ളൂ. നമുക്ക് വെളിമ്പ്രദേശത്തേക്ക് പോകാം, നിർജ്ജന സ്ഥലത്തേക്ക് പോകാം. ധ്യാനം ഒരാളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുക ഈ ധ്യാനമാണ്. പ്രെയർ ഓഫ് സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ. മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഈ ആദ്യത്തെ പടിയിലേക്ക് എത്തുമോ? ധ്യാനത്തിന് ഭാരതം പറയുന്നത് 3 ഭാവങ്ങളുണ്ടെന്ന്. ഒന്നാമത്തേത് ആത്മദർശനം, അവനവൻ്റെ ആത്മാവിനെ അറിയുക. രണ്ടാമത്തേത് ബ്രഹ്മദർശനം, ദൈവത്തെ അറിയുക. 3 പരമാത്മദർശനം, ഈ ആത്മനും ബ്രഹ്മനും ഒന്നാകുക. ആത്മദർശനം, ബ്രഹ്മദർശനം, പരമാത്മദർശനം. ഭാരതം പറയുന്നത് ധ്യാനം എന്നത് ഈ 3 ഇടങ്ങളിലെത്തുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ആദ്യത്തെ തലമാണ്. യേശു അതികാലത്ത് എഴുന്നേറ്റു. 2 വാക്കുകൾ മറക്കല്ലേ. നാം ഒക്കെ ദൂരദേശത്താണ്, ഡിസ്റ്റന്റ് പ്ലേസിലാണ്. പോകുമോ, കണ്ടെത്തുമോ ഒരു മരുപ്രദേശം? എല്ലാ ചിന്തകളും ഒഴിഞ്ഞിട്ട്. നിങ്ങൾക്കറിയാലോ, ഈ ധൂർത്തപുത്രനെ കുറിച്ച് പറയുന്നത് അവന് സുബോധം വന്നിട്ട് എഴുന്നേറ്റ് യൂറ്റേൺ എടുത്തു എന്നാ. അപ്പൻ്റെ വീട്ടിൽ പോയി. ഈ ധൂർത്തപുത്രന് സുബോധം വന്നപ്പോൾ അയാൾ 5 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു എന്നാ പറയുക. നമ്മൾ നാട്ടുകാരോടൊക്കെ ഒത്തിരി ചോദ്യം ചോദിക്കും. സ്വയം ചോദ്യം ചോദിക്കുമോ? അതൊരു ചോദ്യമാണ്. നമ്മൾ നമ്മോട് തന്നെ ചോദ്യം ചോദിക്കുന്നിടത്താണ് ഒരു ധ്യാനം ഉണ്ടാവുക. പ്രാർത്ഥനയുടെ 1-ാം പടിയും തന്നെയാണ്. മുടിയൻ പുത്രൻ സ്വയം ചോദിച്ച 1-ാമത്തെ ചോദ്യം ഇതാണ്: എനിക്കെന്തു പറ്റി? നമ്മൾ പലരോടും ചോദിക്കും, എടോ തനിക്ക് എന്നാ പറ്റി? ഇപ്പം പഴയതുപോലെയൊന്നും അല്ലല്ലോ, നിനക്കെന്ത് പറ്റി ചോദിക്കാറുണ്ട് അല്ലേ? പക്ഷെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുമോ, എനിക്കെന്താ പറ്റിയത്? ഇന്നിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, താങ്കൾ ഇത് ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നതെങ്കിൽ സ്വയം ചോദിക്കുമോ, എനിക്കെന്തു പറ്റി? ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ധൂർത്തപുത്രൻ സ്വയം ചോദിച്ച 1-ാമത്തെ ചോദ്യമാണത്: എനിക്കെന്തു പറ്റി? വാട്ട് ഹാപ്പൻഡ് ടു മീ? എനിക്കെന്തു പറ്റി? അവിടെയാണ് സുബോധത്തിൻ്റെ ആദ്യ കണിക. അവിടെയാണ് ധൂർത്തപുത്രൻ സ്വയം തിരിച്ചറിയുന്നത്. അയാൾ സ്വയം ചോദിച്ച 2-ാമത്തെ ചോദ്യം: ഞാൻ എവിടെ നിന്ന് പോന്നു? എനിക്കൊരപ്പൻ്റെ വീടുണ്ടായിരുന്നു. എന്താണ് ആത്മവെളിച്ചം എന്ന് പറയുക? ഒരൊറ്റ കാര്യ: അകലങ്ങളിലെ അപ്പൻ എനിക്ക് മതിയായവൻ. നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞേ, അകലങ്ങളിലെ അപ്പൻ എനിക്ക് മതിയായവൻ എന്നുള്ള തിരിച്ചറിവിൻ്റെ പേരാണ് ആത്മപ്രകാശം. അതുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയും ജയിക്കാം. ധൂർത്തപുത്രന്റെ 2-ാമത് അയാൾ സ്വയം ചോദിച്ചു: ഞാൻ എവിടെ നിന്ന് പോന്നു? എനിക്ക് ഇന്നലകളിൽ മതിയായ ഒരപ്പനുണ്ടായിരുന്നല്ലോ, ഞാൻ വിട്ടുപോന്ന ഇടം. ആത്മീക ചിന്തയിൽ ഒരു പ്രയോഗമുണ്ട്: ഗോ ബാക്ക് ടു യുവർ ഇന്നസെൻസ്. നിന്റെ ആദി നൈർമല്യത്തിലേക്ക് മടങ്ങുക. അതുകൊണ്ടാണ് എരിഹോവിന്റെ വഴിയിലെ ബർത്തിമായി എന്ന കുരുടൻ he sprang up and removed his coat and followed Jesus Christ എന്ന് വായിക്കുന്നത്. അവൻ ചാടി എഴുന്നേറ്റ് തൻ്റെ പുതപ്പ് വിട്ടുകളഞ്ഞു. പാപത്തിന്റെ പഴക്കത്തിന്റെ ദൂരദേശത്ത് മൂടിപ്പുതച്ചിരുന്ന പുതപ്പ് വിട്ടുകളയുമ്പോൾ ഗോ ബാക്ക് ടു യുവർ ഇന്നസെൻസ്, നിന്റെ ആദി നൈർമല്യത്തിലേക്ക് മടങ്ങുമോ? മുടിയൻ പുത്രൻ സ്വയം ചോദിച്ചു: ഞാൻ എവിടെ നിന്ന് പോന്നു? ഇന്നലകളെ ഓർത്ത് കരയുമോ? പത്രോസ് പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. ഹി വെന്റ് ഔട്ട് ആൻഡ് വെപ്റ്റ് ബിറ്റർലി. പെസഹ രാത്രിയിൽ. എന്തുകൊണ്ട്? പത്രോസിന് മനസ്സിലായി, ഹ്യൂമൻ ഫ്രെയിം ഈസ് വീക്ക്. മനുഷ്യ ശരീരം ദുർബലമാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ട മഹത്വത്തെ ഓർത്ത് കരഞ്ഞു പത്രോസ്. അതുകൊണ്ടാണ് പെസഹ രാത്രിയിൽ നമ്മൾ കഷ്ടാനുവാഴ്ച പള്ളിയിൽ നിന്ന് പാടുന്നുണ്ട്: കോഴിക്കൂവൽ കേട്ടപ്പോൾ ശിമോനാം കീപ്പ വെളിയിൽ ചെന്നെല്ലാം ഓർത്തോർത്തുച്ചത്തിൽ കേണു. എന്താ കരഞ്ഞത്? ഇന്നലെ ഞാൻ വാനോർ തൻ തോഴൻ, ഇന്നയ്യോ ക്രൂശകരുടെ തോഴൻ. ഇതാണ് കരച്ചിലിന്റെ കാരണം. ഇന്നലെയുടെ നഷ്ടപ്പെട്ട മഹത്വം
ഇന്നലെ ഞാൻ മാലാഖമാരുടെ കൂട്ടുകാരനാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുക, അപ്പോസ്തോലൻ എന്നുള്ള പദവിയിൽ ഇന്നലെ ഞാൻ വാനോർ തൻ തോഴൻ, ഇന്നയ്യോ ക്രൂശകരുടെ തോഴൻ. ഞാനിപ്പോൾ ദൂരദേശത്താണ് എൻ്റെ ദൈവമേ. ഇന്നലെയോർത്ത് കരഞ്ഞ പത്രോസ്. മുടിയൻ പുത്രൻ സ്വയം ചോദിച്ചു, ഞാൻ എവിടെ നിന്ന് പോന്നു? നഷ്ടപ്പെട്ട മഹത്വത്തെ ഓർത്ത് കരയുമോ? 3, മുടിയൻ പുത്രൻ സ്വയം ചോദിച്ച മൂന്നാമത്തെ ചോദ്യം, എവിടെ ഇപ്പോൾ വന്നു? ഞാനിപ്പോ എവിടെയാ? നമ്മുടെ പ്രശ്നം എന്തെന്നറിയാം? നമ്മൾ കിടക്കുന്ന പന്നിക്കൂട്ടത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ബോധ്യവുമില്ല. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഒരു കാട്ടിൽ കുറേ പന്നികൾ നിന്ന് ഒരു തടാകത്തിൻ്റെ തീരത്ത് നിന്ന് വെള്ളം കുടിക്കുകയാണ് നട്ടുച്ച. അതുവഴി ദാഹിച്ചു വലഞ്ഞൊരു സിംഹം വരുന്നുണ്ട്. സിംഹം ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ കുടിച്ചില്ല. സിംഹം അതിൻ്റെ വഴിക്ക് പോയി. എന്തേ? ഉത്തരം ഇതാണ്, സിംഹത്തിന് ദാഹമില്ലാഞ്ഞിട്ടല്ല, പന്നിയെ പേടിച്ചിട്ടുമല്ല. പക്ഷെ പന്നികളുടെ ഇടയ്ക്ക് ചെന്ന് നിൽക്കാൻ സിംഹം അതിൻ്റെ കുലമഹിമ വിട്ടുകളയത്തില്ല. മാമോദീസയുടെ മുദ്രയുള്ള നസ്രാണി, ജയമേറിയ ക്രൂശാൽ മുദ്ര വയ്ക്കപ്പെട്ട ക്രിസ്ത്യാനി, ഏത് പന്നിക്കൂട്ടത്തിൽ ചെന്ന് നിൽക്കാനും നമുക്കൊരു മടിയുമില്ല. ക്രിസ്തീയ അന്തസ് എന്നൊരു പദം നാം നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾക്ക്, തലമുറയ്ക്ക് വല്ലാതെ പരിചയപ്പെടുത്തേണ്ട പ്രകാശമുള്ളൊരു പദമല്ലേ ക്രിസ്തീയ അന്തസ്. എൻ്റെ മക്കളെ, ഒക്കെ കൊള്ളാം. നിന്റെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഓട്ടങ്ങളും പ്രണയവും ഒക്കെ കൊള്ളാം. പക്ഷേ ക്രിസ്തീയ അന്തസ് വിട്ടൊരു പരിപാടിക്ക് എൻ്റെ മോള് പോലെ. ദൂതപുത്രൻ സ്വയം ചോദിച്ചു, ഞാൻ എവിടെ ഇപ്പോൾ വന്നു? ഞാൻ കിടക്കണത് ഒരു പന്നിയുടെ കൂട്ടത്തിലാണല്ലോ. ഈ ബോധം നമുക്കില്ല. എവിടെ പോയി കിടക്കാനും, ഏത് കുറ്റകൃത്യങ്ങൾ എടുത്താലും മാമോദീസ വെള്ളം വീണ ഒരുത്തൻ അതിനകത്തുണ്ട്. ഇതൊരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെ ആത്മശോധന ചെയ്യേണ്ടതാണ്, ഇല്ലേ? ധൂർത്തപുത്രൻ സ്വയം ചോദിച്ച 4ാമത്തെ ചോദ്യം, എന്തിനു വന്നു? ഇതിൻ്റെ വല്ല കാര്യവും എനിക്കുണ്ടായിരുന്നു? തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ്. ആവശ്യമില്ലാതെ പല കാര്യങ്ങളിലും നമ്മൾ എടുത്തിയാടി. അപ്പൻ്റെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു, എന്നിട്ടും എന്തിനു വന്നു? നമ്മൾ ചോദിക്കുമോ? പലരോടും ചോദിക്കുന്നുണ്ട്, തനിക്കിതിൻ്റെ വല്ല കാര്യമുണ്ടോടോ? തനിക്കിതിൻ്റെ ആവശ്യമുണ്ടോടോ? എന്നോട് ഞാൻ ചോദിക്കുമോ, എന്തിനായിരുന്നു നീ ഈ കറുത്ത 6 മുഴം ചേലയ്ക്കുള്ളിൽ? എന്തിനായിരുന്നു നീ? സ്വയം ചോദിക്കുമോ? ഇതാണ് ആദ്യ പ്രാർത്ഥന തലം. 5ാമത് അയാൾ ചോദിച്ചു സ്വയം, എൻ്റേതെല്ലാം എവിടെ? എൻ്റേതെല്ലാം എവിടെ? നഷ്ടപ്പെട്ടു പോയൊരു മോതിരമുണ്ട്, എവിടെയായിരുന്നു? നഷ്ടപ്പെട്ടു പോയൊരു ചെരുപ്പുണ്ട്, നഷ്ടപ്പെട്ടു പോയ കൃപയുടെ പുതപ്പുണ്ട്, അപ്പൻ്റെ മഹാസ്നേഹത്തിൻ്റെ തണുപ്പുള്ള പുതപ്പുണ്ട്, എവിടെ? 5 ചോദ്യം ആ പന്നിയുടെ കീഴിൽ കിടക്കുമ്പോൾ സ്വയം ചോദിച്ചു. 1, എനിക്കെന്ത് പറ്റി? ഞാൻ എവിടെ നിന്ന് പോന്നു? എവിടെ ഇപ്പോൾ വന്നു? എന്തിനു വന്നു? എൻ്റേതെല്ലാം എവിടെ? ഈ 5 ചോദ്യം ബാണം പോലെ, പഞ്ചശരങ്ങൾ പോലെ ചങ്കിന് നേരെ ധൂർത്തപുത്രൻ സ്വയം എയ്തു കൊള്ളിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റു. ഈ വാക്കിന്റെ ആഴം കണ്ടില്ലേ? പ്രയർ ഓഫ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ, മൊമെന്റ് ഓഫ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ, ഇവന്റ് ഓഫ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ, സ്വയം തിരിച്ചറിയലിന്റെ ഒരു വല്ലാത്ത ബ്രഹ്മ മുഹൂർത്തമായി മാറുന്ന ആ എഴുന്നേൽപ്പ്. സഹോദരങ്ങളെ, ഡിസ്റ്റന്റ് പ്ലേസ്, ഈ പാപത്തിന്റെ ദൂരദേശത്ത് ഞാൻ എന്നോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ്. ഞാൻ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയെ നന്നാക്കാൻ നടക്കുകയാണ്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ നടക്കുകയാണ്. നമ്മളെല്ലാം എന്നോട് ഞാൻ സ്വയം ചോദിക്കുമോ, യേശു അതികാലത്ത്
ആ നിർജ്ജന സ്ഥലത്തേക്ക് ചെന്നു. ഇതാണ് നിർജ്ജന സ്ഥലം, ഇതാണ് നിർജ്ജന സ്ഥലം. സഹോദരങ്ങളെ, ധൂർത്തപുത്രൻ സ്വയം ചോദിച്ച ചോദ്യങ്ങളാണ്. അവിടെയാണ് ദൂരദേശവും നിർജ്ജന സ്ഥലവും തമ്മിലുള്ള, ഡിസ്റ്റന്റ് പ്ലേസും ഡെസർട്ടഡ് പ്ലേസും തമ്മിലുള്ള ദൂരം കുറയുക. ദിക്കുകൾ എത്ര എണ്ണമുണ്ട്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, ദിക്കുകൾ എന്നാ ചോദിക്കാൻ, 4 ദിക്കുകളല്ലേ ഉള്ളു അല്ലേ? കിഴക്ക്, നമ്മൾ കിഴക്കോട്ടിരിക്കുന്നു, പിന്നെ പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. അല്ല എന്ന് ഞാൻ ഉത്തരം പറയുമ്പോൾ പിന്നെയും ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ മറുപടി പറയും, അങ്ങനെയാണെങ്കിൽ അച്ചോ 8 ദിക്കുകളുണ്ടെന്ന് പറയും അല്ലേ? തെക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് അല്ലേ? വടക്ക്, പടിഞ്ഞാറ്, വടക്ക് അല്ലേ? അഷ്ടദിക്കുകൾ. ഭാരതീയ ചിന്തയിൽ അഷ്ടദിക്പാലകൻ എന്ന് പറയുന്ന ദേവസങ്കല്പമുണ്ട്. അഷ്ടദിക്കുകളുണ്ട്, മൊത്തം ദിക്കുകളാണ്. ഞാൻ സമ്മതിക്കില്ല, നിങ്ങൾ 8 ദിക്കുകളെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇനി ഏതാണ് ദിക്ക്? അപ്പോൾ ഞാൻ പറയും 11 ദിക്കുകളുണ്ട്. എവിടെയാണ് 11 ദിക്കുകൾ? 9ാമത്തെ ദിക്ക്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായക്കാരൻ എവിടെ? 9ാമത്തെ ദിക്ക് ഉയരങ്ങളിലല്ലേ? സ്വർഗത്തേക്ക് നോക്കുമോ? 9ാമത്തെ ദിക്ക് ഉയരമാണ്. 10ാമത്തെ ദിക്ക് ആരെങ്കിലും ഒന്ന് പറയൂ, അവിടെ ഇരിക്കുന്ന ഒരു 10ാമത്തേത്? മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട, മണ്ണേ നാളെ ചേരും നീ മാതാവാ മണ്ണിൽ. ഏറ്റവും വലിയ പാഠശാലയാണ് മണ്ണ്. ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് മണ്ണ്. ഖബറിനുള്ളിൽ കയറി കാണുക നീ. അവിടെ അറിയാം ജീവിതത്തിന്റെ പാഠം. എങ്ങനെ വലിയോർ ഭീകരരായി തീർന്നു. മണ്ണ് മണ്ണാണെന്നുള്ള ബോധ്യം. തന്റെ ചുമ്മാ ജാടയും ഈ ബലം പിടുത്തവും ഒക്കെ ഉണ്ടല്ലോ. 10ാമത്തെ ദിക്ക് മണ്ണാണ്. അപ്പൊ ഇനി ഞാൻ സമ്മതിച്ചു തരില്ല, 10 അല്ല എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടെ ബാക്കിയുണ്ടാവും. 11 ദിക്കുകൾ. ഏതായിരിക്കും അത്? 11ാമത്തെ ദിക്ക് അകത്തേക്കാണ്, ഉള്ളിലേക്ക്. അവിടേക്കാണ് 5 ചോദ്യങ്ങളുടെ പഞ്ചശരങ്ങൾ ധൂർത്തപുത്രൻ എയ്തു കൊള്ളിച്ചത്. എനിക്കെന്തു പറ്റി? 11ാമത്തെ ദിക്ക്. പ്രിയപ്പെട്ടവർ, നമ്മുടെ വീട്ടിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പാവിരിക്കാറുണ്ടല്ലോ അല്ലെ? സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ പാവിരിക്കുന്നു. ഞാനൊരു ആലങ്കാരികമായിട്ട് പറയും, ഇപ്പൊ നമ്മൾ പാവിരിക്കണത് എങ്ങനെയാണ്? കുറുകയാണ്. ഈ പാ കിടക്കുന്നത് പോലെയാണ്. ആ പായുടെ പ്രത്യേകത എന്താ? ദൈവം സഹായിച്ച് ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് പിള്ളേർ 1 ഉള്ളൂ, 1.25 ഇല്ല, അല്ലെ 2 ഉള്ളൂ, അതിൽ കൂടുതലില്ല. അപ്പൊ അപ്പനും അമ്മയും 2 പിള്ളേരും കൂടെ സുന്ദരമായിട്ട് കിഴക്കോട്ട് നോക്കി നിൽക്കാനും കുമ്പിടാനും ഇരിക്കാനുമുള്ള സ്ഥലം കുറുകയിട്ടൊരു പായ്ക്കകത്തുണ്ട്. ഒരു പായ്ക്കകത്തുള്ള ആളെ ഉള്ളൂ നമുക്ക്. ഒരു ചെറിയ കാറും ഒരു ചെറിയ പായും, അതിൻ്റെ ഉള്ള ആളെ ഉള്ളൂ. ഈ പായകൾ ഇടുന്നത് നാം ഇങ്ങനെയാണ്. പക്ഷേ പ്രാർത്ഥന പൂർണ്ണമാകണമെങ്കിൽ പ്രാർത്ഥനയുടെ 1ാം പടി എന്ന് പറയുക, ഇപ്പൊ വീട്ടിൽ സന്ധ്യക്കിടുന്ന പായുണ്ടല്ലോ, അതെടുത്ത് തിരിച്ചിടണം. ആ പായിൽ അഴുക്കുണ്ടായതുകൊണ്ട് തിരിച്ചിടുകയല്ല, അത് കുറുകെ വീഴണം. കുറുകെ വീണ പായിൽ കിഴക്കോട്ട് അഭിമുഖമായ ഒരു പായ ഇട്ടു എന്നിരിക്കട്ടെ, എത്ര പേർക്ക് സ്വസ്ഥമായി നിൽക്കാം? ഒരാൾക്ക് കുമ്പിടാം, ഒരാൾക്ക് ചമ്മരം പടിഞ്ഞിരുന്ന് ധ്യാനിക്കാം, ഒരാൾക്ക് സ്വർഗത്തേക്ക് നോക്കാം. നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് കുറുകെ മാത്രമേ പായ വീഴുന്നുള്ളൂ. ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആശീർവാദം പറയുന്നു. ആദ്യത്തെ പാട്ട് പാടുമ്പോൾ തന്നെ നമ്മുടെ കൊച്ചിനോട് കോള് വന്നാൽ അതും എടുത്തോണ്ട് മോൻ മുറ്റത്തോട്ട് പോയാൽ പിന്നെ അവൻ മൊബൈലും കൊണ്ട് തിരിച്ചു കയറുന്നത് തന്നെ ഇവിടെ ആശീർവാദം കഴിയണം. ആൾക്കൂട്ടത്തിലാണ്, നിർജ്ജന സ്ഥലമില്ല. ഈ പ്രാർത്ഥന പായ കുറുകെ വീഴുമോ? വ്യക്തിപരമായി 4 പേര് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ 4 തവണ ആ പായ കുറുകെ വീഴുമോ? വ്യക്തിപരമായ ഒരു ദൈവാനുഭവം. നമ്മളൊക്കെ തോറ്റുപോവുക. ഹന്ന എന്ന് പറയുന്ന അമ്മച്ചിയുടെ വ്യക്തിപരമായ ദൈവാനുഭവത്തിന്റെ മുമ്പിൽ ഏലി പുരോഹിതൻ പരാജയപ്പെട്ടു പോയി. ഏലി പുരോഹിതൻ ആൾക്കൂട്ടത്തിലെ ആരാധന മാത്രമാണ് പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ടാണ് നീ ചോദിച്ചത്, എന്നത്തിനാ പെണ്ണെ നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന, വെള്ളം അടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്.
ഹന്നായുടെ വ്യക്തിപരമായ പ്രാർത്ഥന ആ അനുഭവം കുറുകെ വീണ പായ. ഏലി പുരോഹിതൻ പരാജയപ്പെട്ടു പോയില്ലേ? പരിഹാസ്യനാകുന്നുണ്ട് ഏലി പുരോഹിതൻ ഈ കാലത്തിന്റെ മുമ്പിൽ. പ്രെയർ ഓഫ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ. ലോകത്തിലെ എല്ലാ മനുഷ്യരും കുറുകെ പായിട്ടോരാന്ന് ഞാൻ പറയും. സ്വാമി വിവേകാനന്ദൻ 39-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. മരണത്തിന്റെ നാളുകളിൽ വിവേകാനന്ദനെ അങ്ങനെ കാണുന്നില്ല, അതിന് കുറച്ച് നാൾ മുമ്പ്. അപ്പൊ വിവേകാനന്ദനെ അന്വേഷിച്ച് ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുന്നു. അങ്ങെന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇങ്ങനെയാണ്: ഐ എം പ്രിപ്പയറിങ് ഫോർ മൈ ഡെത്ത്. നോക്കിക്കേ, 39 വയസ്സായിട്ടില്ല. ഐ എം പ്രിപ്പയറിങ് ഫോർ മൈ ഡെത്ത്. എൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഈ ഇയ്യോബിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം, ആ പുസ്തകത്തിലെ ആദ്യ ഭാഗം, ഇയ്യോബ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ നീതിമാനാണ്. പക്ഷെ 3 കൂട്ടുകാരും ഒത്തിരുന്ന് വർത്താനം പറഞ്ഞപ്പോഴാണ് ഇയ്യോബിൻ്റെ അധരങ്ങളിൽ നിന്ന് പാഴ്വാക്കുകൾ പൊട്ടിപ്പുറപ്പെട്ടത്. പക്ഷെ അവസാനം ഇയ്യോബ് ഒറ്റയ്ക്കായപ്പോഴും പറയുന്നുണ്ട്, ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഏകനാകുന്ന ഇയ്യോബിൻ്റെ സങ്കട വഴികളിൽ ഇയ്യോബ് സ്വയം തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പടി നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ഉള്ളിലേക്ക് നോക്കൂ. 11ാമത്തെ ദിക്ക്. 2-3 പദങ്ങൾ മാത്രം ഓർത്താൽ മതി ഈ തലക്കെട്ടിൽ. 11ാമത്തെ ദിക്ക്. ദൂരദേശത്ത് നിന്ന് നിർജ്ജന സ്ഥലത്തേക്ക് ഒരു യാത്ര ഉണ്ടാകുമോ? പ്രിയ, വരിക, നമുക്ക് വെള്ളിം പ്രദേശത്തേക്ക് പോകാം. സ്വർഗത്തിലെ അപ്പനെ കൂട്ടുപിടിച്ച് ധ്യാനത്തിന്റെ വെള്ളി പ്രദേശത്തേക്ക് പോകുമോ? 5 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുമോ? ഓരോ നിർജ്ജന സ്ഥലം ഓരോരുത്തർക്കും ഓരോന്നാ. ശൗലിന്, പുതിയ നിയമത്തിലെ ശൗലിന് അത് ഇരുട്ടാണ്. 72 മണിക്കൂറിലെ ഇരുട്ട് ദമസ്കോസിന്റെ പടിവാതിലിൽ. ഏലിയാവിന് മരച്ചുവട്ടിലാണ്. മുടിയംപുത്രന് തവിട്ടിലാണ്. അപ്പം മരച്ചുവട്ടിലും ഇരുട്ടിലും തവിട്ടിലുമൊക്കെ നിർജ്ജന സ്ഥലത്തെ കണ്ടെത്തിയ മഹാമനുഷ്യർ. തമ്പുരാൻ പറഞ്ഞ ഏറ്റവും അമൃതുള്ളൊരു മൊഴിയുണ്ട്. അമൃതുള്ളൊരു മൊഴി അതിങ്ങനെയാണ്: ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. എന്താ എൻ്റെ അർത്ഥം? ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ ഏറ്റവും കുറച്ച് തമ്പുരാന്റെ ധ്യാനിക്കപ്പെട്ടിട്ടുള്ള വാക്കും അത് തന്നെയാണ്. കർത്താവ് പറഞ്ഞ ഏറ്റവും ആഴമുള്ളൊരു പ്രയോഗങ്ങളിൽ ഒന്നതാണ്: ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഉള്ളിൽ തന്നെയുണ്ട്. നോക്കുമോ? 11ാമത്തെ ദിക്ക്. പോകുമോ ദൂരദേശത്ത് നിന്നും നിർജ്ജന സ്ഥലത്തേക്ക്? 2ാമത്തെ ചിന്തയിലേക്കൊന്ന് പോകാം. യേശുവിൻ്റെ 1ാമത്തെ പ്രാർത്ഥന നിർജ്ജന സ്ഥലത്തെ പ്രാർത്ഥന. എന്താണ് ഇത്? ഞാൻ സ്വയം കണ്ടെത്തേണ്ട ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോകാം. 2, യേശു തമ്പുരാൻ്റെതായി രേഖപ്പെടുത്തിയിരിക്കുന്ന 2ാമത്തെ പ്രാർത്ഥന മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. എന്നെ കേൾക്കുമോ? ശ്രദ്ധിക്കുമോ? ആദ്യത്തേത് ഞാൻ പറഞ്ഞു, മരുഭൂമിയാണ്, നിർജ്ജന സ്ഥലമാണ്, പ്രെയർ ഓഫ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഇവിടെ ഇതാ യേശു ക്രിസ്തുവിൻ്റെതായി രേഖപ്പെടുത്തിയിരിക്കുന്ന 2nd പ്രെയർ. ശിഷ്യന്മാരെ പറഞ്ഞയച്ചു വിട്ട ശേഷം അവൻ പ്രാർത്ഥിപ്പാൻ എവിടെ പോയി? മലയിൽ പോയി. ഈ പ്രാർത്ഥനയെ ഒരു പേര് വിളിക്കുന്നു പ്രെയർ ഓഫ് സെൽഫ് അപ്ലിഫ്റ്റിംഗ്. മലയിലെ പ്രാർത്ഥനയാണ്. മല, ഈ പർവ്വതങ്ങളുടെ ആധ്യാത്മികത എന്താ? മലയിൽ കയറേണ്ട കാര്യം എന്താ? ഒരുപാട് മല കയറിയ ആളാണ് കർത്താവ്. ഒരുപാട് മലകൾ കയറിയിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. എങ്കിലും ഞാൻ പറയട്ടെ, ഈ പർവ്വതങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ജീവിതത്തെ മാറ്റാറുണ്ട്. ഒന്ന്, പർവ്വതത്തിന്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ആളെ മാറ്റുന്ന ആധ്യാത്മികതയാണ്. മോറിയ മലയിൽ അബ്രഹാമിനെ മാറ്റിയില്ലേ? മല കയറിയപ്പോ അബ്രഹാം സ്വയം ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു അസ്? ഞങ്ങൾക്ക് എന്തോ പറ്റുന്നേ? ദൈവമേ, കൊല്ലാൻ കൊണ്ടുപോകണോ? പക്ഷെ അവിടെ കയറിയിട്ട് ഇറങ്ങിയപ്പോ അബ്രഹാം പറയുന്നുണ്ട്, വാട്ട് ഹാപ്പൻ ത്രൂ അസ്? ഞങ്ങളിലൂടെ എന്തോ പറ്റിക്കൊണ്ടിരിക്കുന്നേ. വലിയ വ്യത്യാസമാണത്, വലിയ വ്യത്യാസമാണ്. വാട്ട് ഹാപ്പൻ ടു അസ് എന്ന് പറഞ്ഞാൽ കയറിയത്. എന്തിനാ ദൈവമേ ഇങ്ങനെ എന്നെ ഇട്ടേക്കണതെന്ന ആ ചോദ്യത്തിന്റെ അർത്ഥം. തിരിച്ചിറങ്ങുമ്പോൾ പറയുക, വാട്ട് ഹാപ്പൻ ത്രൂ അസ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ പേര് മാറ്റി ബഹുജാതികളുടെ പിതാവ്, വിശ്വാസികളുടെ പിതാവ്.
ഞാൻ ഒരു കാര്യം പറയട്ടെ. ഉൽപ്പത്തി 22 ഈ അബ്രഹാമിൻ്റെ മോറിയ കയറ്റം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുമോ? ആ അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം 2 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. ആദ്യത്തേത് 1-ാം വാക്യമാണ്, നീ നിന്റെ മകനെ ബലിയർപ്പിക്കണം. അതെങ്ങനെ വിളിക്കുന്നതെന്നറിയാം? ദൈവം അബ്രഹാമേ എന്ന് വിളിച്ചു എന്നാണ്. എത്ര തവണ വിളിച്ചു? 1 തവണ. അബ്രഹാമേ. ആ വിളിയുടെ പേര് കണ്ണുനീരിലേക്കുള്ള വിളിയാണ്. കൊച്ചിനെ കൊല്ലണം, കണ്ണീരിലേക്കാണ് വിളിക്കുന്നത്. ഒറ്റ തവണയാണ് വിളിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം. യാത്ര ചെയ്ത മോറിയ മലയുടെ ഉയരത്തിൽ ചെന്ന് ബലിപീഠം ഒരുക്കി കത്തി തേച്ചോണ്ടിരുന്നപ്പോൾ 2-ാം തവണ അബ്രഹാമിനെ വിളിച്ചു. 11-ാം വാക്യത്തിൽ. എങ്ങനെയാ വിളിക്കുന്നതെന്നറിയാം? ശ്രദ്ധിച്ച് ബൈബിള് നോക്കിയാൽ അറിയാം. ദൈവം അബ്രഹാമേ അബ്രഹാമേ 2 തവണ. നിങ്ങൾ ബൈബിള് നോക്കിക്കോളൂ, 2 തവണ. ഇതിന്റെ അർത്ഥം എന്താണ്? ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി. എനിക്ക് തോന്നുന്നു മലയുടെ താഴെ കണ്ണീരിലേക്കുള്ള വിളിയാണ് 1 തവണ. മലയുടെ മുകളിൽ കരുതലിലേക്കുള്ള വിളിയാണ് ഇരട്ടി 2 തവണ. ഇത് നമ്മുടെ ജീവിതത്തിനുള്ള മെസ്സേജ് എന്താണെന്നൊന്ന് ചിന്തിച്ചേ. നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിലേക്കും സങ്കടങ്ങളിലേക്കും ദൈവം പിടിച്ചിറക്കുന്ന ചില നേരങ്ങളുണ്ട്. പക്ഷെ നീ അവിടെ ആധ്യാത്മികതയുടെ മല കയറുമോ? ആധ്യാത്മികതയുടെ പർവ്വതം കയറുമോ? 2 തവണ നിന്നെ ഇരട്ടി വിളിക്കുന്നൊരു ദൈവമുണ്ട്, കരുതലിലേക്ക് വിളിക്കുന്നൊരു ദൈവമുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, ദൈവം ഒരാളെ കണ്ണീരിലേക്ക് വിളിക്കുന്നെങ്കിൽ അതിൻ്റെ ഇരട്ടി കൃപയില്ല കരുതലിലേക്ക് വിളിക്കുന്നത്. ഈ പർവ്വതത്തിന്റെ ആധ്യാത്മികത ഏതാ? അബ്രഹാം ആള് തന്നെ മാറി, ആളെ മാറ്റുന്ന ആധ്യാത്മികത. മോശ പോയ ആളല്ല, തിരിച്ചു വന്ന് ഭയങ്കര ശോഭയാ. ഈ പഴയ നിയമത്തെ അടിസ്ഥാനമാക്കി 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, 10 കൽപ്പനകൾ, ഇംഗ്ലീഷാണ്, വിശ്വവിഖ്യാതമായ പഴയ സിനിമ. അപ്പൊ ഈ മോശ ഈ സീനായി പർവ്വതം ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട് ആ സിനിമയിൽ. ഈ മോശ ഇറങ്ങി വരുമ്പോ ഈ സിപ്പോറ, മോശയെ ഏറ്റവും അടുത്ത് കണ്ടിട്ടുള്ള സിപ്പോറ ഭാര്യ താഴെ നിൽപ്പുണ്ട്. സിപ്പോറയുടെ ഒരു ഡയലോഗുണ്ട്, അതിങ്ങനെയാണ്: ഹി ഹാസ് റിയലി സീൻ ഹിസ് ഗോഡ്. സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയാണ്, ഹി ഹാസ് റിയലി സീൻ ഹിസ് ഗോഡ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ശരിക്കുമായിട്ട് ദൈവത്തെ കണ്ടു. അത്ര തേജസ്സാണ്. ഇതാണ് പർവ്വതം, ഇതാണ് പർവ്വതം എന്ന് പറയുക. ആളെ മാറ്റുന്ന ആധ്യാത്മികത. 2, അവസ്ഥകളെ മാറ്റുന്ന ആധ്യാത്മികത. മോശ ഹോറേബ് പർവ്വതം കയറിയപ്പോ, ഹോറേബിലോട്ട് പോയപ്പോ ഒളിച്ചോടിപ്പോയത് ഭീരുവായി പോയി. പക്ഷേ മോശ ചെന്നിട്ട് ഹോറേബിന്റെ ഉയരങ്ങളിൽ ദൈവം മോശയെ തൊട്ടപ്പോൾ ആരെ പേടിച്ച് ഒളിച്ചോടിയോ ആ ഫറവോന്റെ മുൻപിലേക്ക് തിരികെ പോകുന്ന ഒരു മോശയുണ്ട്. അക്കമിട്ട് പറയട്ടെ, ആളെ മാറ്റുന്ന ആധ്യാത്മികതയാണ് മോറിയയെങ്കിൽ അവസ്ഥകളെ മാറ്റുന്ന ആധ്യാത്മികതയാണ് ഇതാ മോശയുടെ ഹോറേബ്. അതുപോലെ തന്നെയാണ്, വീണ്ടും ഞാൻ പറയാം, പർവ്വതത്തിന്റെ ആധ്യാത്മികത എന്താണ്? യേശു ഒരു മലയിലേക്ക് കയറിപ്പോയി. പർവ്വതത്തിന്റെ ആധ്യാത്മികത 3, ആലോചനകളെ മാറ്റുന്ന ആധ്യാത്മികതയാണ്. ആലോചനകൾ എന്ന് പറഞ്ഞാൽ കാൽവറി മലയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. കാൽവറി മലയിൽ നിൽക്കുമ്പോൾ ശതാധിപൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രൂശിൽ തൂങ്ങിയ കർത്താവിനെ കണ്ടിട്ട് എന്താ പറയുന്നതെന്നറിയാം? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് മോണിറ്ററിനകത്ത്, ഭയങ്കര നോയ്സ് ഉണ്ട്. കാൽവറി മലയിൽ ക്രൂശിലെ രൂപം കണ്ടിട്ട് ഈ ശതാധിപൻ പറയുന്നുണ്ട്, അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ഞാൻ നിങ്ങളോട് വളരെ ആഴത്തിൽ 1 മിനിറ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ക്ഷണിച്ചോട്ടെ ഒരു കാര്യത്തിലേക്ക്. ഈ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ കണ്ടിട്ട് ശതാധിപൻ പറയുന്ന കാര്യം ഇതാണ്: അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാം? എനിക്ക് തോന്നുന്നു ദൈവപുത്രനായിരുന്നു എന്ന് പറയുന്നൊരു പാസ്റ്റ് ടെൻസ് ആണ്. ഇന്നലെയും ഞാൻ കണ്ടതാണ്, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കണ്ടതാണ് ഈ കർത്താവിനെ താഴെ ഒരുപാട് സ്ഥലത്ത്. ഞാൻ ഒന്ന്
മരയാശാരിക്ക് ഇത്രമേൽ പ്രകാശമുണ്ടെന്ന്. എന്നാൽ ഇന്ന് ഈ ചോരയൊഴുകണ രൂപം കണ്ടപ്പോൾ ഞാൻ അറിയുന്നു ദൈവപുത്രനായിരുന്നു. 1400 ഗ്രാം തലച്ചോറിന്റെ ആലോചനകൾ, ശതാധിപന്റെ ആലോചന മാറി, ആ കാൽവറി മാറ്റി. ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കുറ്റബോധമുണ്ട് അവിടെ ആ പറച്ചിലിൽ. ഞാൻ അറിഞ്ഞില്ലല്ലോ ഇന്നലകളിൽ ഞാൻ അറിഞ്ഞില്ല, ഇന്നു ഞാൻ അറിയുന്നു സത്യം. അതുകൊണ്ടാണ് അയാൾ ആണയിടുക, സത്യമായും. ശതാധിപന്റെ ആലോചനകൾ മാത്രം എല്ലാം മാറി. കാൽവറി മലയുടെ ആധ്യാത്മികത കണ്ടില്ലേ? ഹോറേബ് അവസ്ഥകളെ മാറ്റുമെങ്കിൽ, മോറിയ ആളെ മാറ്റുമെങ്കിൽ, കാൽവറി ആലോചനകളെ മാറ്റുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കുക, താബോർ പർവ്വതം അനുഭവങ്ങളെ മാറ്റുന്ന ആധ്യാത്മികതയാണ്. ഇതൊത്തിരി പറയാനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യേശു മലയിലേക്ക് കയറിപ്പോയി. പ്രയർ ഓഫ് സെൽഫ് അപ്ലിഫ്റ്റിംഗ്, സാഹചര്യങ്ങളിൽ നിന്ന് ഉയരുന്നൊരു പ്രാർത്ഥനാനുഭവം. താബോർ പർവ്വതത്തിൽ ശിഷ്യന്മാരിയ്ക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഭയങ്കര മാറ്റം. തേജസ്സിന്റെ പുതിയ വസന്തത്തിലേക്ക്, തേജസ്സിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് അവർ മാറിപ്പോയപ്പോ ഇതുവരെ ഉണ്ടാകാത്തൊരു ന്യൂ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ മാറി. അപ്പൊ വിശുദ്ധ ബൈബിളിൽ ഈ പർവ്വതങ്ങളുടെ സ്പിരിച്വാലിറ്റി മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ ആളെ മാറ്റുന്ന ആധ്യാത്മികത, ആലോചനകളെ മാറ്റുന്ന ആധ്യാത്മികത, അവസ്ഥകളെ മാറ്റുന്ന ആധ്യാത്മികത, അനുഭവങ്ങളെ മാറ്റുന്ന ആധ്യാത്മികത എത്രമേൽ. ഒരാളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ 5 ചോദ്യം സ്വയം ചോദിച്ച് 11ാമത്തെ ദിക്കിലേക്ക് തിരിഞ്ഞുപോയി, നിർജ്ജന സ്ഥലത്തേക്ക് മാറിപ്പോയി, ധ്യാനത്തിന്റെ 1ാം പടിയായിരിക്കണം കുറുകെ വീണ പ്രാർത്ഥനാ പായകൾ നമ്മുടെ ജീവിതത്തിൽ. എങ്കിൽ 2ാം തലം എല്ലാത്തിൽ നിന്നും ഉയരുമോ? ഓരോ പർവ്വതവും നിങ്ങൾ ഓരോ വാക്കിൽ പറഞ്ഞു നോക്കൂ. അരാരത്ത് പർവ്വതം അതിജീവനത്തിന്റെ ഇടമല്ലേ? ആ പെട്ടകമുറച്ചപ്പോൾ. കർമ്മേൽ പർവ്വതം ബലിയർപ്പണത്തിന്റെ ഇടമല്ലേ? കർത്താവിനെ പരീക്ഷിക്കാൻ കൊണ്ടത് ഏറ്റവും ഉയർന്ന മലയെന്ന പേരൊന്നും പറയുന്നില്ല, പരീക്ഷാ വിജയങ്ങളുടെ ഇടമല്ലേ? സിയോൻ പർവ്വതം പഴയ നിയമത്തിൽ രാജവാഴ്ചയുടെ ഇടമാണ്. മീഖ 4:7 പറയുന്നു, ആ പർവ്വതത്തിന്റെ ഉയരത്തിൽ യഹൂദന്മാർക്ക് വീണ്ടും ഒരു രക്ഷയുണ്ട്. ഒലിവുമല സ്വർഗാരോഹണത്തിന്റെ പ്രത്യാശയുടെ ഇടമാണ്, വീണ്ടും വരും. ഓരോ പർവ്വതവും നിങ്ങളൊരു വെള്ളപ്പേപ്പറിൽ എഴുതൂ. ഓരോ പർവ്വതവും തരുന്ന ചിന്തകളെ കുറിച്ച് ആലോചിക്കൂ. എന്തിന്? ഇതൊരു പർവ്വതമല്ലേ? ഇത് പറയാനാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ലാവണ്യം വഴിഞ്ഞൊഴുകുന്ന മാക്കാംകുന്നുപള്ളിയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ആ താഴെ നിന്ന് കയറി ഈ പടികൾ കയറി ദർഗായും കയറി ത്രോണോസിന്റെ മുകളിലെ കാൽവറിയിലെ കുരിശ് കാണുമ്പോൾ ഒരു പർവ്വതമല്ലേ കയറുക? ഇന്ന് പകൽ കയറിയിരിക്കുന്നൊരു പർവ്വതമല്ലേ? ഓരോ ഞായറാഴ്ചയും കയറിയിരിക്കുന്നൊരു പർവ്വതമല്ലേ? ഇവിടുന്ന് തിരിച്ചു ചെല്ലുമ്പോൾ ഭാര്യ പറയുമോ, സിപ്പോറ പറഞ്ഞതുപോലെ, ഹി ഹാസ് റിയലി സീൻ ഹിസ് ഗോഡ്. പള്ളിയിൽ പോയിട്ട് വന്ന് എൻ്റെ അച്ചായനെ കണ്ടോ? അല്ലെങ്കിൽ ഷീ ഹാസ് റിയലി സീൻ ഹിസ് അല്ലേ ഗോഡ് എന്ന് പറയുമോ? അവളുടെ ദൈവത്തെ അവൾ കണ്ടു. സത്യമായും ഇതൊരു പർവ്വതമാണ്. ഈ പർവ്വതം കയറി വരുമ്പോ അവസ്ഥ മാറുമോ? ആലോചന മാറ്റാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ അടുക്കലേക്കാണോ വന്നിരിക്കുന്നത്? ആളെ തന്നെ, എന്നെ തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ അടുക്കലേക്കാണോ വന്നിരിക്കുന്നത്? കയറുമോ ഈ പർവ്വതം എന്നൊരു ചോദ്യമാണ്. ഓരോ ദൈവാലയവും, അതുകൊണ്ടാണ് ദേവാലയത്തിന്റെ ആരാധനാശാസ്ത്രം, ദേവാലയത്തിന്റെ തച്ചുശാസ്ത്രം ഒരു കയറ്റത്തെക്കുറിച്ചാണ്. കയറുമോ പർവ്വതം? യേശു ഒരു ഉയർന്ന മലയിലേക്ക്. നമ്മുടെ 2 ചിന്തകൾ നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആദ്യ തലം വ്യക്തിപരമായ ദൈവാനുഭവമാണെങ്കിൽ, കുറുകെ വീഴുന്ന പായാണെങ്കിൽ, ഒറ്റയ്ക്കിരിക്കണ നേരമാണെങ്കിൽ, 11ാമത്തെ ദിക്കാണെങ്കിൽ, നിർജ്ജന സ്ഥലമാണെങ്കിൽ, 2ാമത്തത് നമ്മുടെ ആധ്യാത്മികതയുടെ ദൈവാലയ ആരാധനകളുടെ തലമല്ലേ? ആ പർവ്വതമല്ലേ വിളിക്കുന്നത്, നിന്നെ ഞാൻ മാറ്റാം, നിന്റെ ആലോചനകളെ മാറ്റാം. പ്രിയപ്പെട്ടവരെ, അബ്രഹാം മല കയറുമ്പോ ഭീ ആയിരുന്നു എന്ന് പറയും. ഭീ എന്ന് പറഞ്ഞാൽ ഭയം. ഭരണിയുടെ ഭ.
ആ ഒറ്റ അക്ഷരത്തിനൊരു അർത്ഥമാണ്. ഭീ, ഇറങ്ങുമ്പോൾ ശ്രീ, ഐശ്വര്യം. അല്ലെങ്കിൽ കയറുമ്പോൾ ഫിയർ, ഇറങ്ങുമ്പോൾ ഫെയർ. ഫെയർ എന്നുള്ള വാക്ക് നമ്മൾ ഫെയർ ആൻഡ് ലവ്ലിക്കോ ഫെയറോറിനോ ഒക്കെയാണ് ഉപയോഗിക്കുക. പക്ഷെ ഈ പർവ്വതം കയറുമ്പോൾ ഭയത്തോടെ ഭീയോടെ കയറിയവൻ ശ്രീയോടെ ഇറങ്ങിപ്പോയി. ഫിയറോടെ കയറിയവൻ ഫെയറായിട്ട് ഇറങ്ങിപ്പോയി. അവരുടെ മുഖം ശോഭിച്ചു. ഭൂമിയിൽ ഒരു അലക്കുകാരന് വെളുപ്പിക്കാൻ കഴിയാത്ത ശ്രീ സൂക്ഷിച്ചു വെച്ച പർവ്വതമാണ് തബോർ. ഭീയും ശ്രീയും തമ്മിലുള്ള വ്യത്യാസം, കണ്ണീരും കരുതലും തമ്മിലുള്ള വ്യത്യാസം. അബ്രഹാം ഒരു തവണ വിളിച്ചു, 2 തവണ വിളിച്ചു, താഴെ 1 തവണ, മുകളിൽ 2 തവണ. നമുക്കിവിടെ ഈ 2 പ്രാർത്ഥനാ തലങ്ങൾ നമുക്കിവിടെ തൽക്കാലം വിടുന്നു. മരുഭൂമി, മലമുകൾ. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് നക്ഷത്രത്തിൻ്റെ പ്രകാശം തരുന്ന, നിലാവിൻ്റെ വെട്ടം തരുന്ന ചില ഇടങ്ങൾ. 3, യേശുക്രിസ്തുവിൻ്റെതായി രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 3ാമത്തെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞല്ലോ 4 എണ്ണമാണുള്ളത്. നമ്മുടെ ആത്മീക ജീവിതത്തിന് 4 പദവികളാണ് തരിക. 3ാമത്തത് വിശുദ്ധ മർക്കോസ് 14-ാം അധ്യായം 32 മുതൽ 41 വരെയുള്ള വേദഭാഗമാണ്. 9 വാക്യങ്ങളുണ്ട്. അത് മുഴുവൻ വായിക്കാൻ നമുക്ക് സ്ഥലമില്ല, സമയമില്ല. എങ്കിലും ആദ്യത്തെ വാക്യം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. അവർ ഗത്ശമന എന്ന് പേരുള്ള തോട്ടത്തിൽ വന്നാറേ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാർത്ഥന ഞാൻ പ്രകൃതിയുടെ വാക്ക് തന്നെ എടുക്കാം. മരുഭൂമിയും മലയും കഴിഞ്ഞു. ഇത് തോട്ടത്തിലെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയെ ഒരു പേര് വിളിക്കുന്നു. ആദ്യത്തേത് പ്രെയർ ഓഫ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ, 2ാമത്തൊരു പ്രെയർ ഓഫ് സെൽഫ് അപ്ലിഫ്റ്റിംഗ്, 3ാമത്തൊരു പ്രെയർ ഓഫ് സെൽഫ് ഡിനയൽ, സ്വയം നിഷേധത്തിൻ്റെ പ്രാർത്ഥന. കഴിയുമെങ്കിൽ പിതാവേ, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടെങ്കിലും എൻ്റെ ഇഷ്ടമല്ല. ഈ സമതലമാണിവിടം. ഇതുവരെ നമ്മൾ രണ്ടും കണ്ടത് മരുഭൂമി, അകലെ എവിടെയോ ഏകാന്തരയുടെ കുടീരം, 2 ഉയരങ്ങൾ. ഇത് തോട്ടമാണ്. ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? സമതലമാണ്. കെദ്രോൻ തോട് കടന്ന് അക്കരെ എന്നാണ്. ഈ കെദ്രോൻ എന്ന് പറയുക പഴയ നിയമത്തിൽ ഒരു പ്രത്യേക ഭാവമുണ്ട്. ശലോമോന് ശേഷം രാജ്യം 2ആയി പിരിഞ്ഞു. യഹൂദ രാജാക്കന്മാർ പലരും ആഭിചാരം ചെയ്യുകയും ക്ഷുദ്രപ്രയോഗം ചെയ്യുകയും വേണ്ടാത്ത മിഥ്യാമൂർത്തികളെ വന്ദിക്കുകയും ബലിക്കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്ത് യെരൂശലേം ദേവാലയവും ആരാധനാനുഭവങ്ങളും അശുദ്ധമാക്കിയപ്പോൾ ഹിസ്കിയാവിനെ പോലെ, മനശ്ശയെ പോലെ, ആസായെ പോലെ ഗുണപ്പെട്ട രാജാക്കന്മാർ ഈ വേണ്ടാധീനത്തിൻ്റെ ബലിക്കല്ലുകളും പൂജാഗിരികളും മുഴുവൻ അടിച്ച് നശിപ്പിച്ച് പൊടിച്ചു കളഞ്ഞ തോടാണ് കെദ്രോൻ. സകല ആത്മീക മാലിന്യങ്ങളെയും ഏറ്റുവാങ്ങിയ പുഴയാണ് കെദ്രോൻ. അതിൻ്റെ കൈവഴിയാണ് ഈ രാത്രിയിൽ നീസാൻ 14-ന്റെ നിലാവത്ത് ഒലിവ് മരങ്ങൾ കവിത എഴുതിയ ആദ്യ കുർബാനയുടെ രാത്രിയിൽ, ആ മനോഹരമായ പൗർണമി രാത്രിയിൽ ആ കെദ്രോന്റെ പുഴയോരങ്ങളെ തഴുകിയ ആ സമതലത്തിലേക്ക് തമ്പുരാനൊരു പ്രാർത്ഥനയ്ക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യേശു തോട്ടത്തിലേക്ക് പോയി. സമതലത്തിൻ്റെ പ്രത്യേകത പച്ചയായ ലോകമാണ്. മാറിയിരിക്കാനോ ഉയർന്നിരിക്കാനോ പറ്റുകയില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ജീവിച്ചു നോക്കൂ. നമ്മുടെ കാര്യം തന്നെ എടുക്കൂ. പലതിൽ നിന്നും ഒന്ന് മാറി ഒന്ന് സ്വസ്ഥമാകണമെന്നുണ്ട്, നടക്കില്ല. ചിലതൊക്കെ ഒന്ന് കുടഞ്ഞു കളയണമെന്നുണ്ട്, പറ്റുകയില്ല. യാതൊരു നിവൃത്തിയില്ല. അത് തന്നെയാണ് സമതലം. ഓരോ വീടും ഓരോ ഗത്സമനല്ലേ? ഓരോരുത്തരുടെയും മനസ്സും ഓരോ ഗത്സമൻ തന്നെയാണ്. ഗത്സമന്റെ പ്രത്യേകത ഒത്തിരി സങ്കടങ്ങൾ കൂട്ടുവരുന്ന സ്ഥലമാണ്. വേദനകൾ ഒഴിയാ ബാധ പോലെ കൂടെ വരുന്ന, വിരുന്നു വരുന്ന, വൈ മീ, എനിക്കെന്തുകൊണ്ടെന്ന് ഓരോ മിനിറ്റിലും ചോദിച്ചു പോകുന്ന വിങ്ങലുകളുടെ ഇടമാണ് ഗത്സമൻ. യേശു
അവിടെ ആഗ്രഹിക്കുന്നു, എൻ്റെ മക്കളെ ഒന്ന് പ്രാർത്ഥിക്കുക. എന്താണിത്? മുൻപൊക്കെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ നിർബന്ധം പിടിച്ചവൻ ഇപ്പൊ പറയുക, പത്രോസേ, യോഹന്നാനെ, ഒന്ന് പ്രാർത്ഥിക്കടാ എനിക്ക് വേണ്ടി. അവരുറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് 1 hour, 1 മണിക്കൂർ ഒന്നുണർന്നിരുന്നൂടെ? അതാണ് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ നിർബന്ധം പിടിച്ചവൻ കൂട്ടായ്മയിലേക്കുള്ള വിളി നടത്തുന്ന ഇടമാണ് ഗത്സമൻ. നമുക്കിപ്പോൾ ഈ കൊറോണ കാലത്ത് നഷ്ടപ്പെട്ടത് ഗത്സമനുകളാണ്. ഒന്ന് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട്, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കൊന്നൊരു പായിൽ ഒരുമിച്ചിരുന്നിട്ട് എത്ര കാലമായി? ഇതിൻ്റെ അർത്ഥം എന്താ? മധ്യസ്ഥ പ്രാർത്ഥനയുടെ തലങ്ങളാണ് ഗത്സമൻ. മലയല്ല, മരുഭൂമിയല്ല, സമതലമാണ്. ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ല ഇവിടെ. ഇതൊരു വിളിയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടം എന്തായിരിക്കും? ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം ഞങ്ങളുടെ കടങ്ങളും. എനിക്ക് തോന്നുന്നു, എൻ്റെ കാര്യം ഞാൻ പറയാം, നമ്മളോട് പലരും പറയാറുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ ഇപ്പം പ്രാർത്ഥിച്ചോളൂ, ഓക്കെ, ധൈര്യമായിട്ട് പോക്കോ. ശരിക്കും പ്രാർത്ഥിക്കുമോ? ദിവസം ഒരു 9 പേരോടെങ്കിലും നമ്മൾ പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ, ധൈര്യമായിട്ട് പോക്കോ. എത്ര പേർക്ക് വേണ്ടി ഒന്ന് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ട്? ഒരുപാട് പേരോട് പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കുന്നോളം കടങ്ങൾ. സത്യമല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞിട്ടുള്ളത് ഈ കാര്യത്തിലല്ലേ? പ്രാർത്ഥിക്കാമെന്ന് പലരോടും പറഞ്ഞു. അത് തന്നെ പത്രോസ് യോക്കാബും പറഞ്ഞത്, തമ്പുരാൻ പോയിരുന്നോനെ, ഞങ്ങളൊക്കെ എവിടെ ഇരുന്നോളാം. ഉറങ്ങിപ്പോയി. കെദ്രോനിൽ ഒഴുക്കേണ്ട മാലിന്യങ്ങളുണ്ട്. കൂട്ടായ്മയിലേക്ക് വിളിക്കുക, സമതലത്തിലേക്ക് വിളിക്കുക. വേദപുസ്തകത്തിൽ ഒത്തിരി ഉണ്ടല്ലോ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ. ദാനിയേൽ 9:4 പ്രവാസികൾക്ക് വേണ്ടി ദാനിയേലിന്റെ മനോഹരമായൊരു ഗത്സമൻ പ്രയർ കാണാം. ഗത്സമൻ പ്രയർ ഇന്ന് പകൽ ഞാൻ വിളിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി കണ്ണുനീര് കൊണ്ട് ഞാൻ ചെയ്യുന്നതിൻ്റെ പേരാണ് ഗത്സമൻ. ആ ഒരു വാചകം മാത്രം ഉള്ളിലൊന്ന് കുറിച്ചു വെച്ച്. അത്ഭുതം എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജിൽ വലിയ മൈതാനങ്ങളിൽ സംഭവിക്കേണ്ട തലവേദനയുടെ മാറ്റമല്ല. മറ്റൊരാൾക്ക് വേണ്ടി കണ്ണുനീര് കൊണ്ട് ഞാൻ ചെയ്യേണ്ടതിൻ്റെ പേരാണ് അത്ഭുതം. നിർഭാഗ്യവശാൽ നടക്കുന്നില്ല. ഭർത്താവിന് വേണ്ടി ഭാര്യ കണ്ണുനീര് കൊണ്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് അത്ഭുതം. ഹോസ്റ്റലിലായിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി അമ്മ കണ്ണുനീര് കൊണ്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് അത്ഭുതം. അതിൻ്റെ പേരാണ് ഗത്സമൻ. ദാനിയേൽ ഒരു ഗത്സമൻ പ്രയർ നടത്തുന്നില്ലേ പ്രവാസികൾക്ക് വേണ്ടി കണ്ണുനീരോടെ? അബ്രഹാം ലോത്തിന് വേണ്ടി, സോദോമിന് വേണ്ടി എത്ര തവണയാണ്? 6 തവണയാണ്. 45 പേര് അല്ലേ, 50 പേര്, 40 പേര്, 30 പേര്, 20 പേര്, 10 പേര്, ഇങ്ങനെ ബാർഗൈനിങ് ആണ്. എസ്രായുടെ പുസ്തകം 9:6 ജനത്തിന്റെ പാപക്ഷമയ്ക്ക് വേണ്ടി മുട്ടുകുത്തി ഗത്സമൻ പ്രാർത്ഥന നടത്തുന്ന എസ്ര. എഫേസ് ലേഖനം 3:14 പൗലോസ് ലീഹ എഫേസർക്ക് വേണ്ടി ഗത്സമൻ പ്രയർ നടത്തുന്നുണ്ട്. കൂട്ടായ്മയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഈ പ്രയറാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് വേണ്ടി ചുമ്മാ വാക്ക് കൊടുക്കും, ഇപ്പൊ പ്രാർത്ഥിച്ചേക്കാം, മിന്നിച്ചേക്കാന്ന് പറയും. എവിടെ? നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഇതാണ്. പ്രിയപ്പെട്ടവരെ, സ്തേഫാനോസ് കല്ലേറ് കൊള്ളപ്പെടുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ? സ്തേഫാനോസ് കണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത്. ബാക്കി എനിക്കൊന്ന് കേൾക്കണം. വലത്തുഭാഗത്ത് ഇരിക്കുവാണോ, നിൽക്കുവാണോ, കിടക്കുവാണോ? പറയൂ. നിൽക്കുന്നു. പക്ഷെ ഇന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലിയത് എന്താ? രാവിലെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനും ഇരിക്കുന്നവൻ. പക്ഷെ സ്തേഫാനോസ് കണ്ട കർത്താവ്, രണ്ടാമത് വരാനിരിക്കുന്ന കർത്താവ് ഇരിക്കുവല്ല, നിൽക്കുക. ആ അനുഭവത്തിൻ്റെ പേരാണ് ഗത്സമൻ. അത് കർത്താവിൻ്റെ 2ാം ഗത്സമനാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തൻ്റെ ഭക്തൻ മുറിവേൽക്കപ്പെടുമ്പോൾ, തൻ്റെ ഭക്തൻ ഉപദ്രവിക്കപ്പെടുമ്പോൾ,
തൻ്റെ കുഞ്ഞ് കല്ലേറ് കൊള്ളപ്പെടുമ്പോൾ ആർക്കാണ് ഇരിക്കാൻ പറ്റുക? ആർക്കാണ് ഇരിക്കാൻ പറ്റുക? ഇരിപ്പുറക്കില്ല. ഒരു കുഞ്ഞ് പനി പിടിച്ച് കിടക്കുമ്പോൾ ഉരുളുമ്പോൾ ഒരമ്മ ഇരിക്കുമോ? ഇല്ല. ഇരിപ്പ് സ്വസ്ഥതയെ സൂചിപ്പിക്കുന്നു, നിൽപ്പ് സന്നദ്ധതയെ സൂചിപ്പിക്കുന്നു. ഇരിപ്പ് സ്വസ്ഥതയെ സൂചിപ്പിക്കുന്നു, നിൽപ്പ് സന്നദ്ധതയെ സൂചിപ്പിക്കുന്നു. നിൽക്കുക. സ്തേഫാനോസിന് വേണ്ടി എഴുന്നേറ്റു നിന്ന് സ്വീകരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ടെങ്കിൽ അത് രണ്ടാം ഗത്സമനല്ലേ? ആർക്കൊക്കെയോ വേണ്ടി ഉണർന്നിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സ്വസ്ഥതയില്ലാതെ ചങ്കുരുകി പ്രാർത്ഥിക്കുന്ന ഓരോ അനുഭവവും ഗത്സമനാണ്. അവിടെയാണ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമല്ല. പ്രെയർ ഓഫ് സെൽഫ് ഡിനയൽ. കഴിയുമെങ്കിൽ യഥാർത്ഥ ഭക്തൻ എത്തിക്കഴിഞ്ഞു കേട്ടോ. മരുഭൂമിയിൽ നിന്ന് മലയിലേക്ക്, സമതലത്തിലെത്തി. ഒരു യാത്രയാണ്. മുന്നിലൊരു ചുവടു വയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. ഈ വരികൾ കേട്ടിട്ടുണ്ടോ? മുന്നിൽ ഒരു ചുവട് വയ്പാൻ മാത്രം സ്ഥലം ഞാൻ കാണുന്നു, അത് മതി, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം. ഇതാണ് പ്രെയർ ഓഫ് സെൽഫ് ഡിനയൽ. മുന്നിലൊരു ചുവടു വയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, അത്ര കാണുന്നുള്ളൂ. ആയതു മതിയെനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. അത്രമാത്രം. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ ജഡത്തിലെ ശൂലം മാറ്റണം. കർത്താവ് എന്തുത്തരം പറഞ്ഞേ? എൻ്റെ മോനെ, ശൂലം മാറ്റത്തില്ല, കൃപ കൂട്ടിത്തരാം, എൻ്റെ കൃപ നിനക്ക് മതി. 26 കൂട്ടം പ്രതിസന്ധി വന്ന ആളാണ് പൗലോസ്ലീഹ. നമുക്ക് അത്രയൊന്നും ഇല്ലല്ലോ, 2-3 ഒക്കെ അല്ലേ ഉള്ളൂ. 26 കൂട്ടം പ്രതിസന്ധി വന്ന മനുഷ്യനോടാണ് പറയണത്, ശൂലം മാറ്റത്തില്ല, കൃപ കൂട്ടിത്തരാം. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ പലപ്പോഴും കുറഞ്ഞിട്ടില്ല. ഗത്സമൻ കൂടിയത് കരുണയുടെ വലിപ്പമല്ലേ? സങ്കടങ്ങൾ കുറഞ്ഞിട്ടില്ല, കൂടിയത് കരുണയുടെ വലിപ്പമല്ലേ? ദൈവത്തിനൊന്ന് നന്ദി പറ. അവസാന ചിന്തയിലേക്ക്. മരുഭൂമിയിൽ, മലയിൽ, സമതലത്തിൽ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളുടെ പദവികൾ ഒരു വർത്തമാനകാലത്തിലൂടെ ഭക്തന് തരികയാണ് ഈ ചിന്തകൾ. ഏകാഗ്രതയിൽ നീ നിന്നെ കണ്ടെത്തുക ആദ്യം, പിന്നെ നീ നിന്റെ പർവ്വതത്തിലേക്ക് വരിക, പിന്നെ നീ ഒരു കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു ഒരുപാട് പേർക്ക് വേണ്ടി. 4, യേശുവിൻ്റെ 4ാമത്തെ പ്രാർത്ഥന. വിശുദ്ധ മർക്കോസ് 15-ാം അധ്യായം 34-ാമത്തെ വാക്യമാണ്. ആ വാക്യങ്ങളിൽ കുറേയേറെ ഭാഗങ്ങളുണ്ട്. അതിങ്ങനെയാണ്: ക്രൂശിൽ 9-ാം മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചു. പ്രാർത്ഥന നിലവിളിയായി മാറി. 4ാമത്തെ പ്രാർത്ഥന ഞാൻ ക്രൂശെന്ന് വിളിക്കുന്നില്ല. മരുഭൂമിയും മലയും സമതലവും കഴിഞ്ഞെങ്കിൽ ഇത് അന്തരീക്ഷമാണ്. കുറ്റവാളി മണ്ണിൽ കിടന്ന് മരിച്ചാൽ അത് മണ്ണിന് ശാപം, വിണ്ണിനവനെ വേണ്ട. ത്രോഹിം, ആകാശത്തിനും ഭൂമിക്കും മധ്യേ എറിഞ്ഞുകള. പുറമ്പോക്കാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടന്നിട്ട് കഴിയുമെങ്കിൽ, അങ്ങനെയല്ല, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഒരു നിലവിളിയും ആത്മസമർപ്പണവും. ഇത് 4ാം പടി. നമുക്ക് എത്താൻ പോലൊക്കില്ല, നമുക്ക് സ്വപ്നം കാണാനൊക്കത്തില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചേ, ശരീരം മുഴുവൻ ഒരു ചോരപ്പിണ്ടമായി മാറിയിരിക്കുക. ഒരൊറ്റ മുറിവായ ഒരു മനുഷ്യൻ ആ കാൽവറിയിൽ.
നമ്മുടെ കൈക്കൊരു വേദന വന്നാൽ നമ്മൾ ആത്മാവിനെ ഓർക്കോ ശരീരത്തെ ഓർക്കോ? നമ്മൾ ഈ ആത്മാവിനെ കുറിച്ചൊക്കെ, കൊമ്പത്തെ ആത്മാവിനെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് സുഖമുള്ളപ്പോഴാണ്, എല്ലാം ഓക്കെ ആണെങ്കിലാണ്. പക്ഷെ ഒരു തലവേദന വന്നാൽ പിന്നെ ആത്മാവൊക്കെ അവിടെ ഇരിക്കും, നടുവേദനയും ഡിസ്കും മാത്രമാണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് ഇത്രമേൽ ഭാരപ്പെട്ടിട്ടും ഇത്രമേൽ മുറിഞ്ഞിട്ടും ആ സ്വർഗത്തിലെ അപ്പൻ എൻ്റെ ആത്മാവിനെ, ഇതാണ് ആത്മദർശനം, പരമാത്മദർശനം എന്ന് പറയുക. ധ്യാനത്തിൻ്റെ പരകോടി ആത്മസമർപ്പണം. പറ്റുമോ? പറ്റത്തില്ല. മാക്കാങ്കുന്നിൽ അല്ലെങ്കിൽ പത്തനംതിട്ട ആരെങ്കിലും മരിക്കാൻ നേരം ഭീകരമായി വേദനപ്പെട്ട് മരിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ എടുത്തോ എന്ന് പറയുമോ? പറയില്ല. ഇതൊരു നിലവിളിയിലൂടെയാണ്. പ്രാർത്ഥന ഒരു നിലവിളിയായിട്ടൊക്കെ മാറുക. ഇത് പരമാത്മലയനം. ശരീരം മറന്ന് ആത്മാവിലെത്തിന യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥന നിലകൾ മരുഭൂമിയിൽ തുടങ്ങിയതാ. ഒരു നിലവിളി, പരമാത്മലയനത്തിലെത്തി. അവിടെ കർത്താവ് കണ്ടില്ലേ, ആരെയും കൂസാതെ ആത്മാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഭക്തിയുടെ ഉന്മാദത്തിൽ. അവിടെ ഭയമില്ല. പിന്നെ രണ്ടു പേർക്കേ ഇല്ലാതിരിക്കുമെന്ന് പറയും. ഒന്നാമത്തേത് ഭക്തന് ഭയമില്ല, രണ്ടാമത്തൊരു ഭ്രാന്തന് ഭയമില്ല. ഇവർ തമ്മിൽ ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്താ? ഭക്തന്റെ പ്രത്യേകത ബ്രഹ്മബോധം 100%. പേടിയില്ല ആരെയും. പൗലോസ്ലീഹ പറഞ്ഞു, കഷ്ടതയോ ഉപദ്രവമോ പട്ടിണിയോ ആപത്തോ വാളോ ഇല്ല. ബ്രഹ്മബോധം. നമ്മുടെ വല്യപ്പൻ തോമസ് ലീഹ പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. ബ്രഹ്മബോധം, ഭയമില്ല. ഭ്രാന്തൻ ഭ്രമബോധം. ആണാണോ പെണ്ണാണോ, രാത്രിയാണോ പകലാണോ, ചൂടുവെള്ളമാണോ തണുത്ത വെള്ളമാണോ, അപകടമാണോ സുരക്ഷിതമാണോ ഒന്നും അറിയില്ല ഭ്രാന്തന്. ഭ്രമബോധം. ഒറ്റക്ഷരത്തിന്റെ വ്യത്യാസം. ബ്രഹ്മബോധം, ഭ്രമബോധം. ഈ രണ്ടവസ്ഥകളിൽ ഭയമില്ല. ഭ്രാന്തൻ ആരെയും പേടിയില്ല. ഈ നടറോഡിൽ കടക്കാൻ പറഞ്ഞ കടക്കും, പറയണമെന്നില്ല, പുള്ളി കടന്നോളും. ഭക്തനും ഭയമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് നമുക്ക് ഒടുക്കത്തെ പേടി. നമ്മളിതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നവരാ. ഭക്തനുമല്ല, ദൈവം സഹായിച്ച് നോർമലാന്നും പറഞ്ഞ് നമ്മൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഭക്തിയുടെ ഉന്മാദത്തിലേക്ക് വരുമ്പോഴാണ് അസീസിയിലെ ഫ്രാൻസിസ് ഒക്കെ ഒരു ഭ്രാന്തനെ പോലെ സൂര്യന് നേരെ നഗ്നനായി നിന്നൊരു ചരിത്രമൊക്കെ ഉണ്ട്. ഭക്തിയുടെ ഉന്മാദത്തിലാണ് നമ്മൾ 5-ാം തുബ്ദനിലൊക്കെ വായിക്കുന്ന പിതാക്കന്മാർ മരണത്തിന് മുമ്പിൽ ധീരയോദ്ധാക്കളെ പോലെ നിന്നത്. പേടിയില്ലായിരുന്നു അവർക്ക്. പേടിയില്ലാത്ത ഒരു കൂട്ടം പേരുകളാണ് ഓരോ ആരാധനയിലും നമ്മൾ പറയുക. പ്രിയപ്പെട്ടവരെ, ഒരു നിലവിളിയായി മാറുക. എന്താ നിലവിളി? വേദപുസ്തകത്തിൽ ഒത്തിരി ഉണ്ട്. കരച്ചിൽ, വിലാപം, നിലവിളി, നെടുവീർപ്പ് ഒത്തിരി ഡിഗ്രിയിലാണ്. കരച്ചിൽ എന്ന് പറയുന്നത് BA ആണെങ്കിൽ നിലവിളി എന്ന് പറയുന്നത് MA ആണ്. കരച്ചിൽ എന്ന് പറയുന്നത് BCom ആണെങ്കിൽ നിലവിളി MCom എന്ന് പറഞ്ഞാൽ കരച്ചിലിന്റെ ഹയർ ഡിഗ്രിയാണ് നിലവിളി. കരച്ചിലിന്റെ പ്രത്യേകത, കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടി കരയും, പ്രണയം നിഷേധിക്കപ്പെടുന്ന ചെറുപ്പക്കാരൻ കരയും, രോഗി കരയും. പക്ഷെ അതൊക്കെ കഴിയുമ്പോൾ സൗഖ്യം കിട്ടുമ്പോൾ കരച്ചിൽ മാറും. അടുത്ത കളിപ്പാട്ടം കിട്ടുമ്പോൾ കരച്ചിൽ മാറും. ഓപ്ഷൻ ഉള്ളതാണ് കരച്ചിൽ. നിലവിളിയോ, പോകുന്ന വഴിക്കൊരു കിണറ്റ് വീഴുകയാണെങ്കിൽ കരയുകയല്ല, നമ്മൾ നിലവിളിക്കത്തേ ഉള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പട്ടി ഓടിക്കുകയാണെങ്കിൽ നിലവിളിക്കത്തേ ഉള്ളൂ. മറ്റൊരു സാധ്യതയില്ല. അതുകൊണ്ടാണ് ഹയർ ഡിഗ്രി എന്ന് പറയുക കരച്ചിലിൻ്റെ. നെടുവീർപ്പെന്ന് പറയുന്നത് അകത്തേക്കുള്ള കരച്ചിലാണ്. പല ആണുങ്ങളും അങ്ങനെയാണ്, സ്ത്രീകളും അങ്ങനെ ആയിരിക്കാം. വിലാപമുണ്ട്. ഓർമ്മകളെ താലോലിക്കുന്ന കരച്ചിലാണ് വിലാപം, വിതുമ്പൽ. ഇരമ്യാവ് വിലാപങ്ങൾ എഴുതുമ്പോൾ ഇസ്രായേലിന്റെ പഴയ മഹത്വത്തിന്റെ ഓർമ്മകളുടെ താലോലമാണ്. ഓർമ്മകളെ താലോലിക്കുക. ഒരു നിലവിളിയായിട്ട് മാറുകയാണ്. ഒരു ഒറ്റ മുറിവുള്ള മനുഷ്യൻ ഒരു നിലവിളിയായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് നിവൃത്തിയായി. അങ്ങനെയാ മരിക്കുക. എന്ത് നിവൃത്തി? വെറും ഒരു വാക്കല്ല. എതലസ്ഥായി എന്ന് പറയുന്ന വാക്ക് വെറും ഒരു വാക്കല്ല. കഠോപനിഷത്ത് പറയും പ്രവൃത്തിയുണ്ട്. നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭോഗം, കൺസ്യൂമറിസം. നിവൃത്തി, യോഗം.
നമ്മളൊക്കെ ഭോഗത്തിലാണ് മരിക്കുന്നത്. നിവൃത്തിയില്ലാതെ മരിക്കുക, ജീവിച്ചുകൊണ്ടിരിക്കുന്നു, നാളെയും കടവറക്കണമെന്ന് വിചാരിച്ച് പോയി കടന്ന് മരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഭോഗത്തിൽ മരിക്കുന്നവരാ, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നവരാ. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു എതലസ്ഥായി, നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ അതിന് ഭാരതം പറയും, ഉപനിഷത്തുകൾ പറയും, ഭോഗത്തിൽ നിന്നും യോഗത്തിലേക്കുള്ള മാറ്റമാണ്. ആത്മയോഗം. നമ്മൾ ആരും യോഗത്തിൽ മരിക്കത്തില്ല, നമ്മളൊക്കെ ഭോഗത്തിലേ മരിക്കുള്ളൂ. പ്രവൃത്തി ഭോഗവും നിവൃത്തി യോഗവുമാണ്. 99 വയസ്സ് വരെ ജീവിച്ചാലും നമ്മുടെ ചിന്ത ഓരോ ഓണം കൂടെ ഉണ്ടിട്ട് പോകണമെന്നുള്ളതാണ്. നമ്മളെല്ലാം ഭോഗത്തിലാണ്. സഹോദരങ്ങളെ, ഈ കരച്ചിൽ, ഈ നിലവിളി, ഹാഗാർ കരഞ്ഞു, ബാലൻ നിലവിളിച്ചു. അമ്പരന്നീ വിധം ഹാഗാർ. പണ്ട് വേദവിഹാരത്തിൽ മനോഹരമായ നിലവിളിയെ കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. അമ്പരന്നീ വിധം ഹാഗാർ സ്വകണ്ഠമാം കമ്പിയാപ്പീസിൽ നിന്നും തമ്പുരാന്റെ പേർക്ക് അർജന്റായി വിട്ടോരു കമ്പിക്ക് കിട്ടി ബദൽ ക്ഷണത്തിൽ. മനസ്സിലായൊന്നും എനിക്കറിയാൻ പാടില്ല, ഉച്ച സമയമാണ്, ക്ഷമിക്കണം. മനോഹരമായതുകൊണ്ട് പാടിപ്പോയതാണ്. അമ്പരന്നീ വിധം ഹാഗാർ, ഈ കുഞ്ഞിനെ കൊണ്ട് മരുഭൂമിയിൽ കിടത്തിയിട്ട്. അമ്പരന്നീ വിധം ഹാഗാർ സ്വകണ്ഠമാം കമ്പിയാപ്പീസിൽ നിന്നും തമ്പുരാന്റെ പേർക്ക് അർജന്റായി വിട്ടോരു കമ്പിക്ക് കിട്ടി ബദൽ ക്ഷണത്തിൽ. രസമാണ്. കണ്ണുനീരിനും നിലവിളിക്കും ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. ഇന്നു രാവിൽ പൊഴിക്കുന്ന സങ്കട കണ്ണീർ തുള്ളി, എൻ്റെ സ്നേഹിത, ഇന്നു രാവിൽ പൊഴിക്കുന്ന സങ്കട കണ്ണീർ തുള്ളി, നാളെ പ്രഭാതത്തിൽ വല്ലഭൻ സവിതാവ് കരം തൊട്ട് നല്ല മാണിക്യ കല്ലുകളാക്കിടും. ഓരോ കണ്ണുനീർ തുള്ളിക്കും വല്ലഭൻ സവിതാവ് കരം തൊട്ട് നല്ല മാണിക്യ കല്ലുകളാക്കിടും. നിവൃത്തിയായി. 4ാം പ്രാർത്ഥന എതലസ്ഥായി. അന്തരീക്ഷത്തിൽ ആത്മാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരാളിതാ കടന്നു പോകുന്നു. നമ്മുടെ സുറിയാനി സഭ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഇത് തന്നെയല്ലേ? നമ്മൾ ശരീരത്തെക്കുറിച്ച് മാത്രം വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ ആദ്യമായിട്ടൊരു കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ, മാമോദീസയ്ക്ക് കൊണ്ടുവരുമ്പോൾ, ആ കുഞ്ഞിന് വേണ്ടി സഭ ആദ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവേ, പരിശുദ്ധ മാമോദീസയ്ക്ക് ഒരുങ്ങി വന്നിരിക്കുന്ന ഈ പൈതലിൻ്റെ ആത്മാവിന്. ഇതാണ് സുറിയാനി സഭയുടെ ആരാധനയുടെ മനോഹാരിത. കർത്താവേ, പരിശുദ്ധ മാമോദീസയ്ക്ക് ഒരുങ്ങി വന്നിരിക്കുന്ന ഈ പൈതലിൻ്റെ ആത്മാവില ഒരു കുഞ്ഞിനെ കുറിച്ച് പോലും, ഈ കൊച്ചു മരിക്കണമെങ്കിൽ ഇനി 10-50 വർഷമെങ്കിലും കഴിയണമെന്ന് നമ്മുടെ ചിന്ത. ആത്മാവിന് തുടങ്ങാണ്. പിന്നെ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴോ ഓഡിറ്റോറിയത്തിലെ ഫ്രൈഡ് റൈസ് അല്ല വിഷയം. അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ആത്മാവാണ് വിഷയം. അതിങ്ങനെ പോവാണ് ആത്മാവ്. ഞാൻ ഈ ചിന്തകളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ 4 തലങ്ങൾ. ഒരാളുടെ ജീവിതത്തിന് വെളിച്ചം തരുന്നതാണ്. ഒന്ന്, മരുഭൂമി, ദൂരദേശത്ത് നിന്ന് നിർജ്ജന സ്ഥലത്തേക്ക്. സ്വയം ചോദിക്കുമോ ചില ചോദ്യങ്ങൾ? 11ാം ദിക്കിലേക്ക് പോകുമോ? 2, അവിടെ എത്തിക്കഴിഞ്ഞാൽ, അവനവനെ തന്നെ ഒരുക്കി കഴിഞ്ഞാൽ മലയിലേക്ക്, ഈ മലയിലേക്ക്, നിന്റെ ആരാധനയുടെ ദൈവാലയ പർവ്വതങ്ങളിലേക്ക് ആളെ മാറ്റാം ഞാൻ. സ്വർഗത്തിലെ അപ്പം പറയാം, അവസ്ഥ മാറ്റാം ഞാൻ, നിന്റെ ആലോചന മാറ്റാം, നിന്റെ അനുഭവങ്ങളെ മാറ്റാം. 3, ഗത്സമൻ, മാലിന്യങ്ങൾ ഒഴുക്കിക്കളയുന്ന കെദ്രോൻ കടന്നിട്ട് വീണ്ടും ഒരുപാട് പേർക്ക് വേണ്ടി കണ്ണും കാതും തുറന്ന് ഇരിക്കുന്ന കൂട്ടായ്മയുടെ തലങ്ങളിലേക്ക്, ഗത്സമൻ. 4, എല്ലാം കഴിയുമ്പോൾ ശരീരം മറന്ന് ആത്മാവിലെത്തി ആത്മാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന 4ാം തലം, നിവൃത്തിയായി എന്നൊരിക്കൽ പോലും പറയാൻ പറ്റുമോ? ഈ നമ്മുടെ നാട്ടിൽ പണ്ട് ജൈനമതത്തിൽ പ്രായോപവേശം എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്.
ഉണ്ടായിരുന്നു. ജീവിതം പൂർണ്ണമായെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ, ഇപ്പം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെ എനിക്ക് തോന്നുകയാണെങ്കിൽ, ജൈനന്മാർക്കിടയിൽ ചെയ്യുന്നൊരു കാര്യം, എവിടെങ്കിലും ഒരു സ്വസ്ഥമായ സ്ഥലത്ത് പോയി മരണം വരെ ഉപവസിക്കും. മരിക്കാതെ അങ്ങനെ അങ്ങ് മരിക്കത്തേ ഉള്ളൂ, ഉപവസിച്ച് മരിക്കും. അതിനെ പറയുന്ന പേരാണ് പ്രായോപവേശം. നിവൃത്തിയായി. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ ഈ കർണാടകയിലെ ശ്രാവണബെൽഗോളയിലെത്തി പ്രായോപവേശം സ്വീകരിച്ച് ഇങ്ങനെ മരിച്ചയാളാണ്. അതുപോലെ പലരും ഉണ്ട്. ജീവിതത്തിൽ നിവൃത്തിയായി എന്ന് തോന്നുമ്പോൾ ഒരു വിരക്തിയുടെ പ്രായോപവേശം. സഹോദരങ്ങളെ, കർത്താവിൽ മരുഭൂമിയിൽ തുടങ്ങി അന്തരീക്ഷത്തിലെത്തി നിൽക്കുമ്പോൾ പ്രാർത്ഥനയുടെ 4 തലങ്ങൾ, ഈ ചിന്തകളിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പ്രകാശം ഉണ്ടാകുന്നെങ്കിൽ അത് ഏറ്റവും നന്മയായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ അനുഗ്രഹീതമായ ധ്യാന ചിന്തകൾക്ക് ക്ഷണിച്ച ഈ കൺവെൻഷൻ്റെ ചുമതലപ്പെട്ട എല്ലാവരോടും, ഏറെ ശ്രേഷ്ഠരായ വൈദിക സമൂഹത്തോട്, ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലും ഓൺലൈനിലും ഈ ചിന്തകളെ ശ്രവിച്ച പ്രിയപ്പെട്ടവരോട് ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹത്തിൻ്റെ വന്ദനം.